മനോഹരമായൊരു പ്രഭാതം ദൈവം നമുക്ക് നൽകുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. സന്തോഷമാണോ? ഹല്ലേലൂയ. എന്തു പറ്റി? മുമ്പിലത്തെ ബെഞ്ച് കാലിയാക്കി ആളുകൾ പുറകിലേക്ക് പോയേ? കയറിയിരുന്നേ. എന്തു പറ്റി? ബെന്നിബേറിൻ്റെ വൈഫിന് എന്നെ പറ്റി പുറകിലേക്ക് എത്തിപ്പോയേ? കയറി വന്നേ, ഇങ്ങോട്ട് വന്നേ. ആരോമല്ലേ മോനെ ഒത്തിരി കയറിയിരുന്നേ, ഇങ്ങോട്ട് കയറിയിരുന്നേ. ഇടുക്കിക്കാരെനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഇടുക്കിക്കാർ പുറകിലിരിക്കാൻ എന്നെ ആഗ്രഹിക്കുന്നത്. ഞാനൊരു ഇടുക്കിക്കാരനാണ് കേട്ടോ. കയറിയിരുന്നേ. ഗ്ലോറി. ഹല്ലേലൂയ. ദൈവം തുണയ്ക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. അപ്പോൾ സേലംകാരിയായിരിക്കും നിങ്ങളെ ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും ഇഷ്ടമാണ്. പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. ഫാദർ വി താങ്ക് യു, ഗീവ് എ ഗ്ലോറി. വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ദൈവസഭയെ ദൈവം അറിയിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി അറിയിക്കണം. ഇനി നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇന്നലെ നമ്മൾ കേട്ട ടൈറ്റിലില്ലേ, ആ ടൈറ്റിലിൻ്റെ താഴേക്കാണ് കയറാൻ മനസ്സിലാക്കാൻ പോകുന്നത്. അത് ടൈറ്റിൽ മനസ്സിലാകുമ്പോൾ തന്നെ രൂപം മാറിപ്പോകും. നിങ്ങളുടെ രൂപം മാറും. മോളുടെ പേരെന്താ? ശാലിനി അല്ലേ? എവിടെന്നാ? ഇടുക്കിയാ? ഓ, അപ്പോൾ ഇടുക്കിക്കാർ എനിക്കിഷ്ടമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇടുക്കിക്കാർ മൊത്തം മുമ്പോട്ട് പോവുക. വെരി ഗുഡ്. ഇരുന്നാട്ടെ. മോളുടെ ആരോ ഉണ്ടായിരുന്നല്ലോ, അമ്മയും 2 മക്കളുമായിരുന്നു അല്ലേ? അമ്മ എന്ത് ചെയ്യേ? പുറയിലുണ്ട്. ഓ, പ്രൈസ് ഗോഡ്. ഇരുന്നു. എന്നാലും നമ്മൾ കേട്ട ടൈറ്റിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? തുടക്കത്തിൽ പറഞ്ഞേ? ഓർക്കുന്നില്ല അല്ലേ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ വീണ്ടും പറഞ്ഞു തരും. 2 ദിവസം കമ്മി ഞാൻ വടിയെടുക്കും പറഞ്ഞില്ലെങ്കിൽ. ഓക്കെ. പുറമേ നിന്ന് ജീവിക്കുന്ന കുടുംബത്തിൽ നിന്ന് അകമേ നിന്ന് ജീവിക്കുന്ന കുടുംബത്തിലേക്ക്. ഹല്ലേലൂയ. മറന്നു പോകരുത്. നിങ്ങൾ ഈ പറയുന്ന ടൈറ്റിൽ എഴുതിയിരുന്ന ആ ടൈറ്റിൽ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ദൈവം ആ റിട്രീറ്റ് മുഴുവൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു പങ്കിലും മനസ്സിലാകത്തില്ല. കാരണം ഇതെല്ലാം ആത്മീയമായിട്ട് വിവേചിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ കാണുന്ന മാംസപിണ്ഡത്തിന് ഇത് മനസ്സിലാവില്ല. പക്ഷേ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥനയോടുകൂടി ഇരുന്നാൽ നിങ്ങളാകെ അങ്ങ് മാറിപ്പോകും. നമ്മൾ സാധാരണ ചിന്തിക്കുന്നില്ല, സ്തോത്രം ഇങ്ങനത്തെ ഒരു പരിപാടിയല്ല ഇത്. നിങ്ങൾ ചിലത് തിരിച്ചറിയുന്നതോടുകൂടെ നിങ്ങളുടെ ചിന്താതലം അങ്ങ് മാറും, നിങ്ങളുടെ ശക്തി മാറും, നിങ്ങൾ മാറിപ്പോകും. ഇതാ യേശു പറയുന്നത്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കും. ഒരു മാറ്റം സംഭവിക്കുക. അതായത് നിങ്ങളൊരു സാധാരണ ചെറുപ്പക്കാരൻ, തൊഴിലൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ തേരാപ്പാര അവിടെ ഇങ്ങനെ നടക്കുമായിരുന്നു. ലുങ്കിയൊക്കെ എടുത്തുകൊണ്ട് രാവിലെ കലിങ്കിൻ്റെയൊക്കെ അവിടെ ഇരുന്നുണ്ട്. എന്തുണ്ട് പണിക്കൊന്നും പോയില്ലോ, ആരും വിളിച്ചില്ല ചേട്ടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഒരു SI സെലക്ഷൻ വന്നത്. SI സെലക്ഷൻ വന്നാ, എടാ ഈ തടിമിടുക്കൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ അവിടെ SI സെലക്ഷൻ നടക്കണ്ടെന്ന് പറഞ്ഞു. നീ ഒന്ന് ചുമ്മാ പോയി നോക്ക്. അപ്പോൾ അവനവിടെ ഇദ്ദേഹം പറഞ്ഞിട്ട് ചുമ്മാ ഒന്ന് പോയതാ. അവനെ സെലക്ട് ചെയ്തിട്ട് ഇതാ ഗവൺമെൻറ് അവനൊരു യൂണിഫോം കൊടുത്തു. ആ യൂണിഫോം ഇട്ടതോടുകൂടെ അവൻ്റെ ചിന്താതലം അങ്ങ് മാറി, അവനാളെ അങ്ങ് മാറി. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണേ. ഇതേപോലെ നിങ്ങൾ ആരാന്ന് നിങ്ങൾ തിരിച്ചറിയും, നിങ്ങളുടെ ചിന്താതലം മാറും, നിങ്ങളാൾ മാറും. പക്ഷെ സത്യം അറിയണം. ഇവിടെ നമ്മൾ ധരിക്കാൻ പോകുന്നത് സത്യത്തെയാണ്. ആ വ്യക്തി അവിടെ ധരിച്ചത് യൂണിഫോമാണ്, SI യൂണിഫോമാണ്. ഇവിടെ ധരിക്കുന്ന സത്യത്തെയാണ്. നിങ്ങളാൾ മാറിപ്പോകും. ഏറ്റവും വലിയ ഭയമായ മരണം നിങ്ങളുടെ സന്തോഷമായി മാറും. കാരണം മരണത്തെ പോലും ഭയമില്ല, ഏറ്റവും വലിയ ഭയമാണ് മരണം. ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറും. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ക്രിസ്തീയ സഭകളിൽ മെജോറിറ്റിക്കും ഈ സത്യം മനസ്സിലായിട്ടില്ല.
അതുകൊണ്ട് സഭ ഇത് തിരിച്ചറിയണം. നിങ്ങളിത് തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ മുട്ടുവേദന മാറാനായിരിക്കും നിങ്ങളുടെ വന്നത്, കുടുംബം ഒന്ന് ശരിയാകാനായിരിക്കും നിങ്ങളുടെ വന്നത്, പണത്തിൻ്റെ ദാരിദ്ര്യം മാറാനായിരിക്കും ഇവിടെ വന്നത്. എന്നാൽ ഇതെല്ലാം കൂടി മാറ്റുന്ന ഒരു ഒറ്റമൂലിയാണ് കർത്താവ് കൊടുത്തത്. തിന്നാനും ഉടുക്കാനും കുടിക്കാനും എല്ലാം ക്ലിയർ ചെയ്യുന്നൊരു ഒറ്റമൂലി കർത്താവ് പറയണ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അവിടുത്തെ നിയമങ്ങൾ അന്വേഷിക്കുക, അതോടുകൂടെ നിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും. പക്ഷേ പിശാച് ഇന്നും ജയിച്ചു നിൽക്കുകയാണ് സഭയെ കബളിപ്പിച്ചുകൊണ്ട്. യേശുക്രിസ്തു പറയുന്ന ഈ ആത്മീകമായ ചിന്തകളെ ജഡികമായി നമ്മളെടുത്ത് നമുക്കത് മനസ്സിലാകാതെ ഇതിൻ്റെ പ്രയോജനം നാം അനുഭവിക്കാതിരിക്കുക. കാരണം നമുക്കറിയില്ല. എക്സാമ്പിൾ, നിങ്ങളൊരു 19 വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവില്ലാത്ത ഒരപ്പച്ചനും അമ്മച്ചിയാണെന്ന് വിചാരിക്കുക. ഏതോ ആദിവാസി സ്ഥലത്ത് നിന്ന് ഉള്ള ആളെന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ആരോ കൊണ്ട് ഒരു പ്രഷർ കുക്കർ തന്നു. എന്ത് തന്നു? പ്രഷർ കുക്കർ. നിങ്ങൾ ഒന്നാമത് തുറക്കാൻ അറിഞ്ഞൂടാ, അങ്ങനെ എങ്ങനെയോ വലിച്ചു പിടിച്ചപ്പോൾ സംഭവം പെട്ടെന്ന് തുറന്നു. പിന്നെ നോക്കുമ്പോൾ നിങ്ങളതിന് മുകളിൽ ഒരു കുഴൽ. ഇപ്പോൾ നിങ്ങൾ പി ആണോ? പാത്രത്തിൻ്റെ മുകളിൽ ഒരു കുഴൽ എന്ന് ചോദിക്കും, ചെറിയൊരു സ്വരം വരുന്നുണ്ട്. ചിലപ്പോൾ പി ആയിരിക്കും. കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ അതിന് മുകളിൽ വാഷറുണ്ട്. ഇതെന്താണ് വാഷർ? ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു സാധാരണ പാത്രം. അപ്പോൾ നിങ്ങളത് വെള്ളം നിറച്ച് വയ്ക്കാനും അരിയിട്ട് വയ്ക്കാനും മൂടി വയ്ക്കാനും അടച്ചു വയ്ക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് വിവരമുള്ള ആരോ വന്നിട്ട് അമ്മച്ചിയോട് പറയാണ്, അമ്മച്ചി ഇതിങ്ങനെ വെള്ളം നിറച്ച് വയ്ക്കാനുള്ളതല്ല. പകരം അമ്മച്ചി ഇതാ 1 മണിക്കൂർ കൊണ്ട് അടുപ്പത്തിട്ട് ഗ്യാസ് കത്തിച്ച് ഇങ്ങനെ അരി ഇങ്ങനെ വേവിച്ച് അരി ഇങ്ങനെ തിളച്ച് കുറേ നേരം കഴിയുമ്പോൾ എടുത്ത് നോക്കിച്ചിട്ട് വെന്തിട്ടുണ്ടോ അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് അപ്പോൾ 1 മണിക്കൂർ ഗ്യാസ് കത്തിച്ച് നശിപ്പിച്ച് കളയുന്ന സംഭവം അമ്മച്ചിക്ക് 10 മിനിറ്റ് കൊണ്ട് ഈ കുക്കറിൽ ഇട്ടാൽ അത് വെന്ത് കിട്ടും. 10 മിനിറ്റ് മതി. അപ്പോൾ അമ്മച്ചിക്ക് ഗ്യാസ് സേവ് ചെയ്യാം, പണി എളുപ്പമായി. പക്ഷെ അമ്മച്ചി ഇത് ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം, അല്ലേ? അപ്പോൾ അത് ഒരാൾ വന്ന് അല്ലെങ്കിൽ ഒരു സഹോദരി ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഇതിന് മുമ്പുണ്ടായവർ, അതായത് ഈ അമ്മച്ചിയുടെ അപ്പച്ചനുണ്ട്, ഭർത്താവുണ്ട്, പുള്ളിക്കും ഇത് അറിഞ്ഞുകൂടാ. അപ്പോൾ പുള്ളിയാണ് ഈ എന്ത് പറഞ്ഞു കൊടുത്തേ? എടി കാർത്തിയായനി, ഈ പാത്രത്തിൽ നമുക്ക് വെള്ളം സൂക്ഷിക്കാം. അപ്പോൾ പുള്ളിക്കത് ഇഷ്ടപ്പെട്ടില്ല. ആർക്ക്? ഈ അപ്പച്ചന്. കാരണം അപ്പച്ചനല്ലേ പറഞ്ഞു കൊടുത്തത് ഇതിൽ വെള്ളം സൂക്ഷിക്കാമെന്ന്. പക്ഷേ ഈ മോളും ഒന്ന് പറഞ്ഞു കൊടുത്തു, ഇത് വെള്ളം സൂക്ഷിക്കാനുള്ളതല്ല, ഇത് ഇറച്ചിയും അരിയും ഒക്കെ പെട്ടെന്ന് വേവിക്കാനുള്ളതാണെന്ന്. അങ്ങനെ ഈ അപ്പച്ചൻ പറഞ്ഞു. ആ പെണ്ണ് പറഞ്ഞത് ദുരുപദേശമാണ്. ആര് പറഞ്ഞത്? ആ പെൺകുട്ടി ഒന്ന് പറഞ്ഞില്ലേ, നീ 1 മണിക്കൂർ കൊണ്ട് കഴിക്കുന്ന സാധനം 10 മിനിറ്റ് കൊണ്ട് ഇതിൽ റെഡിയാവുമെന്ന്. അവൾ പറഞ്ഞത് ദുരുപദേശമാണ്. അത് കേൾക്കരുത്. നമ്മുടെ സഭകളിലെല്ലാം പറഞ്ഞു പരത്തിക്കേ ആ പറഞ്ഞ മൊത്തം ദുരുപദേശമാണെന്ന്. ഞാൻ പറയുന്നതിന് അർത്ഥം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഇന്ന് ക്രിസ്തീയ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ സൃഷ്ടിയെക്കുറിച്ചോ ദൈവരാജ്യത്തെക്കുറിച്ചോ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചോ ജനം അറിഞ്ഞാൽ ആൾ മാറിപ്പോകും. അവർ മരണം വിട്ട് ജീവനിൽ കിടക്കും. 1 യോഹന്നാൻ 3:9 പറയുന്നത് പോലെ ഒരു അത്ഭുത ലെവലിലേക്ക് അവർ വളരാൻ തുടങ്ങും. 1 യോഹന്നാൻ 3:9 പറഞ്ഞതെന്നറിയാമോ? ദൈവത്തിന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, കാരണം ദൈവത്തിൻ്റെ വിത്ത് അവനിൽ കിടക്കുന്നു. അതുകൊണ്ട് അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല.
ഒന്ന് വായിച്ച്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും. എത്രയാ മോനെ റെഫറൻസ്? എത്രയാ? 3:9. ശ്രദ്ധിച്ച് കേട്ടോളണം. എല്ലാ ക്രിസ്തീയ ജനവും ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് പറയുന്നത്? ഇതാണ് റിസൾട്ട്. ഈ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കുക. വായിക്കേ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ഹലോ, ദൈവത്തിന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാധനത്തെ കണ്ടിട്ടുണ്ടോ? പാപം ചെയ്യാൻ കഴിയാത്തൊരു ജനനം. പാപം ചെയ്യാൻ കഴിയാത്തൊരു ജനനം. ദൈവത്തിന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. ഇവിടെ എങ്ങനെ തലകുത്തി മറിഞ്ഞിട്ടും എന്തൊക്കെ ശ്രമിച്ചിട്ടും പാപം ചെയ്യുക. എടിമോളെ, ഞാൻ ഈ അരി എങ്ങനെ വെക്കാൻ നോക്കിയാലും ഇത് വേകണമെങ്കിൽ ഒരു 50 മിനിറ്റെങ്കിലും എടുക്കും. എങ്ങനെ ശ്രമിച്ചിട്ടും ക്രിസ്ത്യാനികൾ പാപം ചെയ്യുക. അപ്പോഴാണ് ദൈവം പുതിയൊരു സാധനം കർത്താവ് ഇറക്കിയത്, പാപം ചെയ്യത്തില്ലെന്ന്. ദൈവത്തിന് ജനിച്ചവൻ പാപം ചെയ്യത്തില്ല. അപ്പം എങ്ങനെ കലത്തിൽ വെച്ചാലും ഒരു 50 മിനിറ്റ് 1 മണിക്കൂർ എടുക്കും ഇത് വെന്ത് കിട്ടാൻ. അപ്പോഴാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു കമ്പനി പ്രഷർ കുക്കർ ഇറക്കിയത്. 10 മിനിറ്റ് മതി, 10 മിനിറ്റ് മതി, സംഭവം റെഡിയോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് അത് പരിചയമില്ലെന്നുണ്ടെങ്കിൽ, ഇതാ ഞാൻ കഞ്ഞി വയ്ക്കുന്ന ഒരാളാണ്. ഗൾഫിൽ, ഞാനിപ്പോഴും ഗൾഫിൽ തന്നെയാണ് കേട്ടോ, ഇവിടെ വന്നു പോകുന്നതേ ഉള്ളൂ. ശ്രദ്ധിച്ചേ, ഗൾഫിൽ ഇവിടുത്തെ പോലെയല്ല, ഉച്ചയ്ക്ക് ഗ്യാപ്പാണ്. നല്ല ചൂടായതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു 1 മണി അല്ലെങ്കിൽ 1:30 മുതൽ വൈകിട്ട് ഒരു 4:30-5 മണി വരെ ഗ്യാപ്പാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ജോലി ആരംഭിക്കും. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വരുന്ന സമയത്ത് 1:30-2 മണിയാവും. 2 മണിയാവും വരുന്ന സമയത്ത് ഞാൻ ഫാസ്റ്റായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ്. ഫാസ്റ്റ് ഫുഡ് സംവിധാനം. പെട്ടെന്ന് വരുന്ന പരിപാടിയൊക്കെ കഴിയും. വരുന്നു, അതേ ഡ്രസ്സിൽ തന്നെ ഒരു പ്രഷർ കുക്കറുണ്ട്. ആ പ്രഷർ കുക്കർ എടുക്കും, അതിലേക്ക് 1 ഗ്ലാസ് അരി ഇടും. 1 ഗ്ലാസ് അരി ഇട്ടിട്ട് വേറെ പാത്രങ്ങളൊന്നുമില്ല, ഒറ്റ പാത്രം മതി. അതിലേക്ക് വെള്ളം ഒഴിക്കും, പ്രഷർ കുക്കറിലേക്ക് കഴുകും. 1 കഴുകും, വീണ്ടും വെള്ളം ഒഴിക്കും. 2 കഴുകും, വീണ്ടും വെള്ളം ഒഴിക്കും. 3 കഴുകും. എന്നിട്ട് അതിൽ ആ പാത്രത്തിൻ്റെ ഒരു 1/2 കുക്കർ അല്ലെങ്കിൽ അതിൻ്റെ അളവിൽ വെള്ളം നിറച്ചിട്ട് നേരെ ഗ്യാസിൽ വയ്ക്കും. അതിൻ്റെ വെയിറ്റ് അതിലിടും. പിന്നെ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞാൻ ഇവിടെ വന്ന് എൻ്റെ കായും കാലൊക്കെ കഴുകി ഉച്ചയ്ക്കൊരു പ്രയറുണ്ട്. ആ പ്രയർ കഴിയും. പ്രയർ ഇങ്ങനെ നിൽക്കുന്ന കഴിയുമ്പോൾ ഇവിടെ വിസിലടിക്കും. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയായി. ആ വിസിലടിക്കുമ്പോൾ ഞാനതങ്ങ് മാറ്റി വയ്ക്കും. അതിനുശേഷം ഫാസ്റ്റാണല്ലോ, ഇതാ മുളക് കിട്ടും, കൊണ്ടാട്ടം മുളക്. അത് പെട്ടെന്ന് വറക്കും. നിങ്ങൾക്ക് അറിയാമെന്ന് ചിന്തിക്കുന്നു. പെട്ടെന്നൊരു പാത്രത്തിലാക്കി അത് റെഡിയാക്കി, എണ്ണയിലിട്ട് റെഡിയാക്കി പാത്രത്തിൽ അടയ്ക്കും. അച്ചാറും ഉണ്ട്, ഇത്തിരി തൈര് എടുക്കും, തൈരുണ്ടെങ്കിൽ തൈര് കൊടുക്കും. ഈ ചൂട് കഞ്ഞി ഇതിലേക്ക് പകരും. ഈ ചൂട് കഞ്ഞി പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരല്പം തൈര് ഉപയോഗിച്ച് ഇത്തിരി അച്ചാറും അതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ, അച്ചാർ എന്തിനാ? ചാറ് കറി കലക്കി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പെട്ടെന്ന് പരിപാടി. ഇതിനു വേണ്ടി സമയം കളയുന്ന വിഷയം ഇല്ല. അപ്പോൾ ഈ പ്രഷർ കുക്കറിൻ്റെ ഉപയോഗം എന്താണ് തിരിച്ചറിഞ്ഞതുകൊണ്ട് എനിക്കത് ഉപയോഗിക്കാൻ പറ്റി. അല്ലെങ്കിൽ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇതുപോലെ കലത്തിൽ അരിയിട്ട് കാത്തിരുന്ന് ഇല്ലേ, ഗ്യാസ് നശിപ്പിച്ച് എല്ലാം നശിപ്പിച്ചു കളയും. ഇതേപോലെ നമ്മളിത് നമ്മളെ നശിപ്പിക്കുകയാണ്. എപ്പോൾ? പഴയ സിസ്റ്റം ഉപയോഗിച്ച്. പുതിയ സിസ്റ്റത്തിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം.
നിങ്ങളെ കാണുന്നവൻ വിവരമുള്ളവനാണെങ്കിൽ, ഏത് വിവരം? ദൈവിക വിവരം, ദൈവിക ജ്ഞാനമുള്ളവനാണെങ്കിൽ നിങ്ങളിൽ നിങ്ങളുടെ ദൈവത്തെ കാണും. മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തു പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇന്നും സഭയ്ക്ക് കടിച്ചാൽ പൊട്ടാത്ത ഒരു ഹാർഡ് നെറ്റായിട്ടിരിക്കുന്ന സാധനം ഇത്. ഉടനെ സഭ അല്ലെങ്കിൽ സഭയിലെ അറിവില്ലാത്ത വ്യക്തിത്വങ്ങൾ ഉടനെ പറഞ്ഞു, യേശുവാണ് പിതാവ്. ഇത് ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു. ജനങ്ങളും തെറ്റി. അവർക്കാർക്കും ആ ദൈവികമായ റിസൾട്ട് വരികയില്ല. കാരണം തെറ്റായി നമ്മളൊരു കാര്യം മനസ്സിലാക്കിയ റിസൾട്ട് വരില്ല. അപ്പോൾ ഇന്ന് സ്വർഗത്തിലെ ദൈവം സഭയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, സഭകൾക്ക് മനസ്സിലാകാത്ത യേശുക്രിസ്തു പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവം ചെയ്യേണ്ടതൊക്കെ ചെയ്തു തരും. നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കാം. ഹല്ലേലൂയ. ഈ സത്യം വരുമ്പോൾ ഉടനെ തന്നെ ഇതിനെ എതിർക്കുന്ന ധാരാളം പേരുണ്ട്. കാരണം അവരെതിർക്കുന്നതിൻ്റെ കാരണം അവരുടെ മാർക്കറ്റ് പോകും എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർക്കണുണ്ടോ? ഇവിടെ ഒരു പുതിയ മീൻകട വന്നു. അവരത് മീൻകട തുറക്കാൻ പോകുമ്പോൾ എല്ലായിടത്തും ആഡ് കൊടുത്തു, നോട്ടീസൊക്കെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കൊണ്ടിട്ടു. പുതിയ മീൻകട, വളരെ ലാഭകരമായി നിങ്ങൾക്ക് മീനൊക്കെ കിട്ടുന്ന ടൈപ്പ് ഉള്ള പുതിയ മീൻകട. അത് നല്ലതായിട്ട് സെറ്റ് ചെയ്തു. അവരാ മീൻകട തുടങ്ങിയപ്പോൾ ഉടനെ അവിടെയുള്ള ജംഗ്ഷനിലുള്ള പഴയ മീൻകടക്കാരുണ്ട്. അവർ വന്നിട്ട് റൗഡിത്തരം കാണിച്ച്, ഇടറാ നിൻ്റെ ഷട്ടർ, എടുക്കടാ നിൻ്റെ കൊട്ടയും വട്ടിയും മീനും ഒക്കെ, ഇവിടെ പറ്റൂല. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞേ? താങ്കളുടെ മാർക്കറ്റ് പോവും. ഇത് തന്നെയാണ് ആത്മലോകവും. മുമ്പ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചേഴ്സ്, അവരെ സംബന്ധിച്ച് സത്യം വരുമ്പോൾ ജനം സത്യം തിരിച്ചറിഞ്ഞ് അതിൻ്റെ അടുക്കിലേക്ക് ഓടും. ലാഭത്തിന് മീൻ കിട്ടിയ ജനം അങ്ങോട്ടല്ലേ ഓടൂ. അപ്പോൾ പഴയ മാർക്കറ്റ് പോകുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഇതറിയിക്കാൻ അവർ സമ്മതിക്കത്തില്ല. പൗലോസും കൂട്ടരും കൈകൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങൾ ദൈവങ്ങളേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച് നടന്നപ്പോൾ ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടറിന് വലിയ പ്രശ്നമായി. കാരണം അദ്ദേഹത്തിൻ്റെ പണിയെന്ന് വെച്ചാൽ ദൈവങ്ങളെ ഉണ്ടാക്കല, വിഗ്രഹ ദൈവങ്ങളെ. അദ്ദേഹം പൗലോസിനും കൂട്ടർക്കും എതിരെ തിരിഞ്ഞു. കാരണം ഞങ്ങളുടെ കച്ചവടം മുട്ടിക്കുന്ന ഈ ഒരു പ്രസംഗം പാടില്ല. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ഇത് എല്ലായിടത്തും ഉണ്ട്, ആത്മലോകത്തൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ വീഴാൻ പോയാൽ നിങ്ങൾക്ക് വളരാൻ പറ്റില്ല. പകരം സത്യം ഒരിക്കലും കുഴിച്ചിടാൻ പറ്റില്ല. സത്യം എത്ര കുഴിച്ചിട്ടാലും അത് എഴുന്നേറ്റിങ്ങ് പോരും. ഒരു കാലത്തേക്ക് തടയാൻ പറ്റും. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ശക്തി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആത്മീക കാര്യങ്ങളെ തിരിച്ചറിയണം. ഭൗതിക കാര്യങ്ങളുമായി ആത്മീയ കാര്യത്തെ നാം കാണാൻ പോയാൽ നമുക്ക് മനസ്സിലാകില്ല. ഉപമകൾ ഉപയോഗിക്കാം. ഇത് മനസ്സിലാക്കാനായിട്ടാണ്. ഇപ്പം എന്തിൻ്റെ പുറപ്പെടാന്നറിയാമോ? നിങ്ങൾ പുതിയ സൃഷ്ടിയിൽ നിങ്ങൾ ആരാണെന്ന് പറയാൻ പോവുക. ഇത് മനസ്സിലാക്കാൻ
ചില എക്സാമ്പിൾ പറയാം. കാരണം നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തർ. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പറ്റില്ല. ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് നാറ്റോ. നാറ്റോ കേട്ടിട്ടുണ്ടോ? ഇല്ല. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന 32 രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു സൈനിക ശക്തിയാണ് നാറ്റോ. 1949 രൂപപ്പെട്ടതാണ്, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം. അവരുടെ കരാറ് പ്രകാരം അത് 32 രാജ്യങ്ങളും ഒന്നായിട്ട് നിലകൊള്ളുകയാണ്. അതിൽ ഒരു രാജ്യത്തെ തൊട്ടാൽ മതി 32 എണ്ണവും കൂടെ അവർക്കെതിരെ വരും. അപ്പോൾ എങ്ങനെയുണ്ട് ശക്തി? അതിൽ അമേരിക്കയുണ്ട്, UK ഉണ്ട്, ബാക്കി പല പല രാജ്യങ്ങളുണ്ട്. പക്ഷേ അത് ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിലോ, ഒരു രാജ്യം ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിലോ വേറൊരു രാജ്യം വന്ന് അടിച്ച് തകർത്തിട്ട് പോകാം. പക്ഷേ ഇത് വേറെ ഒരു രാജ്യത്തിനൊന്നും അടിച്ച് തകർക്കാൻ പറ്റില്ല. ഒന്നിനെ തൊട്ടാൽ 32 കൂടി വരും. പിടുത്തം കിട്ടിയ ഇന്ന് മക്കളെ, ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത്, ശ്രദ്ധിച്ച് കേൾക്കുക, ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത്, ആ ജനിച്ച ജനനത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. ആദത്തിൻ്റെ മക്കളായി ഒരു സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് നാം ഭൂമിയിൽ ജനിച്ചത് ഒറ്റയ്ക്കാണ്. നമ്മുടെ സ്വയമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി, നാം എല്ലാവരും താൻ്റെ വഴിക്ക് അവനവൻ്റെ സ്വയത്തിലേക്ക് തിരിഞ്ഞു. ഒറ്റയ്ക്കാണ്. എന്നാൽ പുതിയ സൃഷ്ടി കർമ്മത്തിൽ, അതായത് യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പുതിയ സൃഷ്ടികർമ്മത്തിലാണ് നിങ്ങൾ വിശ്വസിച്ചത്. അതിലേക്ക് നിങ്ങൾ വിശ്വസിച്ച് അതിൻ്റെ സത്യം തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്ന അവസ്ഥ വിട്ടിട്ട് നിങ്ങൾ ഒരു അലയൻസിലേക്ക് ചേരുകയായി. ആ അലയൻസ് എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ശക്തിയായി നാറ്റോ നിലകൊള്ളുമ്പോൾ നിങ്ങൾ ചേരുന്ന അലയൻസ് എന്ന് പറയുന്നത് ഭൂമിയിലെ അല്ല, യൂണിവേഴ്സിലെ ഏറ്റവും വലിയ ശക്തിയായ, യൂണിവേഴ്സിനെ സൃഷ്ടിച്ച, യൂണിവേഴ്സിനെ നിയന്ത്രിക്കുന്ന, താൻ മാത്രം ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്ന, ദ ഓൺലി സോവീരിയൻ, ധന്യനായ ഏകാധിപതി എന്ന് ബൈബിളിലെ വചനം പറയുന്ന, യേശുക്രിസ്തുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സകലരിലും വലിയവനായ സ്വർഗസ്ഥ പിതാവിനോടും സ്വർഗസ്ഥ പിതാവുമായി അലയൻസ് ചെയ്യപ്പെട്ടിരിക്കുന്ന പുത്രനോടും നിങ്ങൾ ചേരുകയായി. അതോടുകൂടെ നിങ്ങൾ അജയരായി മാറി. പിന്നെ ലോകത്തിലെ ഒന്നിനും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞ്, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിക്കാൻ കഴിവുള്ള ഒരുവനും ഇല്ല. അതിൻ്റെ കാരണം ദി അലയൻസ്. അതിൻ്റെ കാരണം നിങ്ങളെ എനിക്ക് തന്ന എൻ്റെ പിതാവ് സകലരിലും വലിയവനാ. എന്നിട്ട് യേശു തുടർന്ന് പറഞ്ഞു, ഞാനും പിതാവും അലയൻസിലാ, ഞങ്ങൾ ഒന്നാണ്, ഞാനും പിതാവും ഒന്നാണ്. ആ പിതാവാണ് നിങ്ങളെ എനിക്ക് തന്നത്. യൂണിവേഴ്സിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള നേഷനാണ് ദൈവരാജ്യം.
ഹല്ലേലൂയ. എൻ്റെ പ്രിയ മകനെ, പ്രിയ മകളെ, നീ ഈ അലയൻസിൽ ഇതിൽ ചേർന്നാൽ നീ അജയനായി. പിന്നെ നിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിന്നിപ്പോൾ ഒരാൾ കൊണ്ട് കൊന്ന് കുഴിച്ചുമൂടി. ചിന്തിച്ചോ, നിങ്ങളുടെ അലയൻസിൻ്റെ ഹെഡ് ആരാന്നറിയോ? ജീവൻ കൊടുക്കുന്ന സ്വർഗസ്ഥ പിതാവാ. താൻ മാത്രം അമർത്യതയുള്ളവനാ, ജീവനുള്ള ദൈവം എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാ. ആ വ്യക്തി നിങ്ങളെ കൊന്നുകളഞ്ഞ, ജീവൻ നഷ്ടപ്പെടുത്തിയ ആ മണ്ഡലത്തിൽ നിന്ന് തൻ്റെ ആത്മാവിനാൽ നിങ്ങളെ എഴുന്നേൽപ്പിക്കും. പോരെ? ഹല്ലേലൂയ. തെളിവുണ്ടോന്നോ? തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ മനുഷ്യ ശരീരത്തിൽ ഭൂമിയിലേക്ക് അയച്ചു. സ്വന്തമായവർക്ക് തങ്ങളുടെ മാർക്കറ്റ് പോകുമെന്ന് മനസ്സിലായപ്പോൾ സ്വന്തമായവർ പറഞ്ഞ് ഇവൻ ചതിയനാണ്, ഇവൻ ജനത്തെ വഞ്ചിക്കുന്നു എന്നൊക്കെ യഹൂദന്മാർ പറയാൻ തുടങ്ങി. എല്ലാവരും അല്ല, നേതാക്കന്മാർ പറഞ്ഞ അനുസരിച്ചല്ലേ അണി പോവുള്ളൂ. അവസാനം അണികൾ പറഞ്ഞു ഇവനെ ക്രൂശിക്കേ, ഇവനെ ക്രൂശിക്കേ. അവനെ ക്രൂശിച്ചു, കൊന്നു, കുഴിച്ചു മൂടി. യേശുക്രിസ്തു ഏത് അലയൻസിലാ? തൻ്റെ അപ്പനുമായി ഒന്നാ, അത്യുന്നതനായ ദൈവവുമായി ഒന്നാ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവമോ മരണപാശങ്ങളെ അഴിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. നിങ്ങൾ അജയരാ മക്കളെ. ഈ അലയൻസിൽ നിങ്ങൾ ചേർന്നാൽ നിങ്ങൾ അജയരായി. ഇനിയും മനസ്സിലാകുന്നില്ല എങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. കഴിഞ്ഞ 32 വർഷമായി ഞാൻ ആയിരിക്കുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ജനങ്ങൾ വരാൻ കൊതിക്കുന്ന നാട്, അബുദാബി, ദുബായ്, ഷാർജ എന്നൊക്കെ പറയപ്പെടുന്ന സ്ഥലങ്ങളുള്ള സ്ഥലം. നേരത്തെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രമില്ലായിരുന്നു. എല്ലാം 7 കൊച്ചു സിറ്റികളാണ്. എമിറേറ്റ്സ് എന്നറിയപ്പെടുന്നു. നമ്മളുടെ ജില്ല, എറണാകുളം ജില്ല, ആലപ്പുഴ ജില്ല, കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത് പോലെ ഓരോ എമിറേറ്റിനും അതിൻ്റേതായ രാജാവുണ്ട്. പക്ഷേ ഇവർ ചേർന്ന് ചിന്തിച്ചു, നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ശരിയല്ലല്ലോ, നമുക്ക് ഒന്നാകാം. അങ്ങനെ 1971 ഡിസംബർ 2-ാം തീയതി 6 എമിറേറ്റ്സുകൾ ചേർന്ന് ഒന്നായി. 6 കൂടെ ചേർന്ന് ഒന്നായി. ഇന്ന് 7 ഉണ്ട്. റാസൽ ഖൈമ എന്ന് പറയുന്ന ഒരു എമിറേറ്റ്സ് അന്ന് അതിനോട് ചേർന്നിട്ടില്ലായിരുന്നു, ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കാവുന്ന അങ്ങനെ നമ്മൾ ഇന്ന് നിൽക്കണത് പോലെ അന്ന് റാസൽ ഖൈമ നിൽക്കുമായിരുന്നു, ബലഹീനമായി. നമ്മൾ ഇന്നായിരിക്കുന്നത് പോലെ അന്ന് റാസൽ ഖൈമ നിന്നു ഒറ്റയ്ക്ക്. എന്നാൽ അബുദാബി, ദുബായ്, ഷാർജ, ഫുജേറ, ഉമൽ ഖുവൈൻ, ഒരെണ്ണം ഉണ്ടല്ലോ, പറ, അജ്മാൻ. അദ്ദേഹം യുഎഇക്കാരനാണ്, ഇപ്പം ഇവിടെ എത്തിയതാണ്. ഈ 6 കൂടി ചേർന്ന് ഒരു എമിറേറ്റ്സായി. റാസൽ ഖൈമ അന്നില്ല. ഏതിനോട് കൂടെ? റാസൽ ഖൈമ നമ്മളെപ്പോലെ നിൽക്കും ഒറ്റയ്ക്ക്. അതോടുകൂടെ ഈ 6ൻ്റെയും കൂടി ശക്തി ഒന്നായി മാറി.
അബുദാബി വളരെ ഓയിൽ റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ്. അതിൻ്റെ ഗുണം ബാക്കി എല്ലാത്തിനും കിട്ടി. അങ്ങനെ ഇവരുടെ അധികാരം, ഫോറിൻ അഫയേഴ്സ്, ഡിഫൻസ് ഒക്കെ അബുദാബിക്ക് കൈമാറി. അങ്ങനെ യുണൈറ്റഡ്, ഒന്നാകുക എന്നതിൻ്റെ അർത്ഥം ഒന്നാകുക. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന ലെവലിലേക്ക് കടന്നു വന്നു. അപ്പോൾ ആര് കൂടെയില്ല? റാസൽ കൈമ കൂടെയില്ല. ഇന്ന് നമ്മൾ കൂടെയില്ലാത്ത പോലെ. ഇന്ന് സ്വർഗസ്ഥ പിതാവും ക്രിസ്തുവും ഒന്നാണ്. ആര് കൂടെയില്ല? നമ്മൾ കൂടെയില്ല, നമ്മൾ വേറെയാ. എന്നാൽ ഈ 6 എമിറേറ്റ്സുകളോടുകൂടി ഒന്നായിരിക്കുമ്പോൾ ഈ 6 എമിറേറ്റ്സിൽ നിന്നും അവിടുത്തെ ഭരണാധികാരികൾ റാസൽ ഖൈമ എന്ന് പറയുന്ന ഇതിനോട് ചേരാതെ നിൽക്കുന്ന എമിറേറ്റിനോട് പറയാൻ തുടങ്ങി, ഞങ്ങൾ 6 ഒന്നായിരിക്കുന്നത് പോലെ റാസൽ ഖൈമേ നീയും ഞങ്ങളോട് ഒന്നായിത്തീരുക. ദൈവാത്മാവ് ഉള്ളവനകത്ത് കാര്യം ഇപ്പോഴേ പിടുത്തം കിട്ടും. ഇതൊക്കെ തെറ്റായി പഠിപ്പിച്ചതുകൊണ്ട് ഇതൊന്നും ജനം അറിയുന്നില്ല. 6 എമിറേറ്റ്സിലെ രാജാക്കന്മാർക്ക് റാസൽ ഖൈമയുടെ രാജാവിനോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ: ഞങ്ങൾ 6 ഒന്നായിരിക്കുന്നത് പോലെ റാസൽ ഖൈമേ നീയും ഞങ്ങളോട് കൂടെ ഒന്നാക. ഇത് റാസൽ ഖൈമയുടെ ഷെയ്ഖിന് പെട്ടെന്ന് മനസ്സിലായി. കാരണം ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുക, ആരെങ്കിലും എന്നെ അടിച്ചാൽ തൊട്ടടുത്താണ് ഇറാൻ കിടക്കണേ, അപ്പുറത്ത് ഇറാഖ് കിടക്കുന്നുണ്ട്. ഇവരാരെങ്കിലും കയറി അടിച്ചു കഴിഞ്ഞാൽ കുവൈറ്റിനെ അടിച്ചതുപോലെ അടി കിട്ടിയ നമ്മുടെ കാര്യം പോക്ക അല്ലേ? ഒരടി കിട്ടിയ ഒറ്റയ്ക്ക് നിന്നാൽ പോക്കല്ലേ? എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇവർ പറഞ്ഞ നല്ല കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് 1972 റാസൽ ഖൈമ അവരോട് ചേരാനുള്ള ട്രീറ്റിയിൽ ഒപ്പുവെച്ചു. മോനെ നീ ഒപ്പുവെച്ചോ? യേശുക്രിസ്തു പറയുകയാണ്, ഞാനും പിതാവും ഒന്നാണ്, അതേപോലെ നിങ്ങളും ഞങ്ങളോട് ഒന്നാകാം. ഈ ട്രീറ്റിയിൽ ഒപ്പുവെച്ചോ ഇതുവരെ? ഇല്ല. കാരണം ഇത് അറിഞ്ഞാലല്ലോ ഒപ്പുവെക്കാൻ പറ്റും. ഇതെന്താണെന്ന് അറിയത്തില്ലല്ലോ. അവസാനം റാസൽ ഖൈമ മാനസാന്തരപ്പെട്ടു. മോനെ നീ മാനസാന്തരപ്പെട്ട? ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ലെന്നോ? എങ്ങനെ പറ്റണേ? ചുറ്റും വേറെ മീൻ മാർക്കറ്റുകാരല്ലേ, അവർ സമ്മതിക്കുമോ? നിനക്ക് നന്മ വരുന്ന ഒരു കാര്യം ഇറക്കാൻ അവർ സമ്മതിക്കുമോ? കാരണം അവരുടെ മാർക്കറ്റ് പോവില്ലേ. ചുറ്റും ബൈബിൾ പഠിപ്പിക്കുന്ന പഠിതാക്കളല്ലേ. ഉറക്കെ സ്തുതിക്കുക, ഒന്നുകൂടി സ്തുതിക്കുക, ആ ലെവൽ മാത്രമേ ഉള്ളൂ. എന്നാലും തിരിച്ചറിയ, ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയുക. സത്യം നീ അറിഞ്ഞാൽ സത്യം നിന്നെ സ്വതന്ത്രമാക്കും. അങ്ങനെ റാസൽ ഖൈമ ഈ 6 എമിറേറ്റ്സിലൂടെ കൂടിയപ്പോൾ റാസൽ ഖൈമയുടെ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ തൻ്റെ ഡിഫൻസ് ഫോഴ്സ് മാത്രമല്ല, ഈ 6 എമിറേറ്റ്സിൻ്റെ ഡിഫൻസ് ഫോഴ്സ് ഇന്ന് തനിക്ക് ഉപയോഗിക്കാം. മനസ്സിലായോ? അങ്ങനെ 7 എമിറേറ്റ്സുകൾ കൂടി ഇന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സാണ്. വളരെ സമ്പന്നമായ രാജ്യം. ഒറ്റയ്ക്ക് നിന്നപ്പോ അവരവിടെ ഒരുപക്ഷെ കരിമീനെയും പിടിച്ച്, വാളയെയും പിടിച്ച്, നെയ്മീനെയും പിടിച്ച് ചൂണ്ടയിട്ട് മുക്കോന്മാരായി അവസാനിച്ചവരാ. പക്ഷേ ഇന്ന് ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ അവരായി. എൻ്റെ മോനെ, എൻ്റെ മോളെ, ഈ ഒരു രംഗം നീ തിരിച്ചറിയണം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്നറിയാമോ? യൂണിവേഴ്സിലെ സ്വർഗസ്ഥ പിതാവ.
സ്വർഗസ്ഥ പിതാവ് പറയാണ്, സകലതും എൻ്റെതാ. സങ്കീർത്തനക്കാരൻ പറയാണ്, ഭൂമിയും ഭൂമണ്ഡലവും സകലതും ദൈവത്തിൻ്റെതാ. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് പറയാണ്, ഈ സകലത്തിൻ്റെയും അവകാശിയാണ് ക്രിസ്തു. ആ ക്രിസ്തു നമ്മളോട് പറയാണ്, നീ സമ്പന്നനാകേണ്ടതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉണ്ടോ? അതുകൊണ്ട് എന്നോട് തീയിൽ ഊതിക്കാച്ചിയ പൊന്നു വിലയ്ക്ക് വാങ്ങുക. ആ സമ്പന്നത ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ? ദി അലയൻസ്. ഇതൊക്കെ എന്തിനാ പറയണേ? നിങ്ങൾക്ക് ഉപമ പറഞ്ഞു തരികയാണ് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇനി മറ്റൊരു കാര്യം പറയാം. ഇന്ത്യ, നമ്മുടെ ഇന്ത്യ, ഇത് ഓഗസ്റ്റ് മാസമല്ലേ? കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് മിനിഞ്ഞാന്നാണ് ഞാനും വൈഫും കൂടി വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഓരോ സിഗ്നലിലും ചെല്ലുമ്പോൾ, വണ്ടിയിൽ പോവുകയാണ്, ഓരോ സിഗ്നലിലും ചെല്ലുമ്പോൾ ഈ ആളുകൾ ഫ്ലാഗുമായിട്ട് വരുന്നു. പതിവില്ലാത്തൊരു കച്ചവടം. അപ്പോൾ നോക്കിയപ്പോൾ വണ്ടിയുടെ മുമ്പിൽ വയ്ക്കാൻ പറ്റിയ ഇന്ത്യയുടെ ഫ്ലാഗാണ്. കാരണം ഇൻഡിപെൻഡൻസ് ഡേ വരികയാണ് ഓഗസ്റ്റ് 15 അല്ലേ? 1947 ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഇന്ത്യയുടെ മാത്രമല്ല, പാകിസ്ഥാൻ്റെ. രണ്ടും ഒരുമിച്ചാണ്. കാരണം നേരത്തെ ഇത് ഒന്നായിരുന്നു. കാര്യങ്ങൾ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്തേ. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും. ഇത് നിങ്ങളുടെ അകത്ത് എങ്ങനെയെങ്കിലും ഒന്ന് കേട്ടണ്ടേ? ഈ പിള്ളേരുടെ വാ തുറന്ന് കഷായ അകത്തിടുന്നതോ കേറ്റിക്കുന്നത് പോലെ കേട്ടണ്ടേ? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യ ഇതുപോലെ സ്റ്റേറ്റുകളൊന്നുമല്ലായിരുന്നു. ഇന്ന് 28 സ്റ്റേറ്റുകളുണ്ട്, 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. പക്ഷെ അന്ന് ഏകദേശം 500+ നാട്ടുരാജ്യങ്ങളായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്. നാട്ടുരാജ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പഴയ ആളുകൾക്ക് ഒരുവിധം മനസ്സിലാകും, പുതിയവർക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ട്. കോഴിക്കോട് സാമൂതിരി, കൊച്ചി മഹാരാജാവ്. അതുകൊണ്ട് തൃപ്പൂണിത്തുറ വഴി പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, വടക്കേ കോട്ട വാതിൽ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ കൊട്ടാരമൊക്കെ ഉണ്ട്. ഹിൽ പാലസ് മ്യൂസിയം, ഇതൊക്കെ പണ്ടത്തെ കൊട്ടാരങ്ങളാണ്. അപ്പോൾ കൊച്ചി മഹാരാജാവ്, തിരുവിതാംകൂർ രാജാവ്. അപ്പോൾ ഇതൊക്കെ നാട്ടുരാജ്യങ്ങളാണ്. ഓരോ ചെറിയ ചെറിയ ഏരിയയിൽ ഓരോ രാജാക്കന്മാർ ഭരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണേ, ഇതൊക്കെ എന്തിനാ പറഞ്ഞു തരുന്നത്? ഉപമ. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇതുപോലെ സ്റ്റേറ്റൊന്നുമില്ല, കേരളമോ അങ്ങനെയുള്ള സ്റ്റേറ്റുകളൊന്നുമില്ല. കേരളപ്പിറവിയൊക്കെ പിന്നീടാണ് ഉണ്ടായത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ നാട്ടുരാജ്യങ്ങളായി നിലകൊള്ളുന്ന ആ തലത്തിൽ നിന്ന് 1956 അവിടെ വെച്ചാണ് സ്റ്റേറ്റുകളെ റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഓരോരോ സ്റ്റേറ്റുകളായിട്ട്. അന്ന് ഈ പറഞ്ഞതുപോലെ 28 സ്റ്റേറ്റൊന്നുമില്ല, 14 സ്റ്റേറ്റുകളെ ഉള്ളൂ. 14 സ്റ്റേറ്റുകളേ ഉള്ളൂ. തുടർന്നാണ് ഓരോ സ്റ്റേറ്റുകളും ഇതിനോട് ആഡ് ചെയ്ത് എന്തിനോട്? ഇന്ത്യൻ യൂണിയനോട്. ഇന്ത്യൻ യൂണിയൻ ആൻഡ് പാകിസ്ഥാൻ രണ്ടായിട്ട് വിഭജിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ പോയത്. അപ്പോൾ ഇന്ത്യൻ യൂണിയനോട് അന്ന് 14 സ്റ്റേറ്റുകളേ ഉള്ളൂ. തുടർന്ന് ഓരോരോ സ്റ്റേറ്റുകൾ ചേർന്ന് 2023 ആയപ്പോൾ 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറീസുമായി. അന്ന് 14 സ്റ്റേറ്റുകളും 6 യൂണിയൻ ടെറിട്ടറീസാണ്. അതിൽ കേരളമുണ്ട്. ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഈ കേരളത്തിൽ പാലക്കാട് എന്ന് പറയുന്ന സ്ഥലം
അന്ന് കേരളത്തിലില്ല. അത് തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇന്ന് പാലക്കാട് കേരളത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പാലക്കാടുള്ളവർക്ക് നന്നായിട്ട് തമിഴ് അറിയാൻ പറ്റും. കന്യാകുമാരി തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ അത് തുടർന്ന് പാലക്കാട് അങ്ങോട്ട് പോയപ്പോൾ കന്യാകുമാരി ഇങ്ങോട്ട് പോകുന്നു, കേരളത്തിൻ്റെ ഭാഗമായി. അതുകൊണ്ട് കന്യാകുമാരിയിലുള്ളവർക്കും തമിഴും അറിയാം, മലയാളവും അറിയാം. ഇതൊക്കെ ഭയങ്കര കാര്യമുണ്ടേ. നമ്മളും ഇതുപോലെ നേരത്തെ ലോകത്തിൻ്റെ ഭാഗമായിരുന്നു, ഇപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകും. അപ്പം നമുക്കും രണ്ടും അറിയണം. അതിൽ ഒന്ന് തട്ടി മറ്റത് സ്വന്തമാക്കണം. ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് 28 സ്റ്റേറ്റുകളുണ്ട്. സമ്മതിച്ചല്ലോ. അറിയാൻ പാടില്ലാത്തവർക്ക് ഒരല്പം ഹിസ്റ്ററി പറഞ്ഞു തരിക. മോളോട് വന്ന സ്ഥലത്തിൻ്റെ പേരെന്താ? സ്ഥലം, സിറ്റിയുടെ പേരെന്താ? മോളോട് സേലം. സേലം തമിഴ്നാടിൻ്റെ ഭാഗമല്ലേ? തമിഴ്നാട് ആരുടെ ഭാഗമാണ്? ഒരു കുത്തുവെച്ച് തരും, കണ്ടു കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റഡാ. തമിഴ്നാട് ആരുടെ ഭാഗമാണ്? ഇന്ത്യയുടെ ഭാഗം. ഞാനിങ്ങനെയൊക്കെ കേട്ടാ, എന്നാലേ പഠിക്കുള്ളല്ലോ. മോനെ എവിടെ നിന്ന് വന്നേ? ഇടുക്കി. ഇടുക്കി ഏത് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്? കേരള ഏതിൻ്റെ ഭാഗമാണ്? ഇന്ത്യയുടെ. ഈ കുറച്ച് പുറകിലേക്ക് പോകും. അതായത് 1946 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇന്ത്യൻ യൂണിയൻ അല്ല, എല്ലാം നാട്ടുരാജ്യങ്ങളാണ്. ആ ഒരവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പം മോൻ്റെ അടുക്കൽ വന്നിട്ട് ആരെങ്കിലും പറയാണ്, മോൻ്റെ പേര് ആരോമലല്ലേ? ആരോമലേ, ആരോമലേ, ഞങ്ങൾക്ക് ഇന്ത്യയെ കാണിച്ചു തരൂ. ഇടുക്കിയിൽ വന്നിട്ട് മോൻ്റെ സ്ഥലത്ത് വന്നിട്ട് ആരോമലിനോട് പറയാണ്, ഞങ്ങൾക്ക് ഇന്ത്യയെ കാണിച്ചു തരൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോൻ എന്തായിരിക്കും പറയുക? വേണ്ട, കൊച്ചു പറഞ്ഞേട്ടാ, ഇന്ത്യയിലല്ലേ ഇടുക്കി? ഇടുക്കി കണ്ടവൻ ഇന്ത്യയെ കണ്ടിരിക്കുന്നു. ഹലോ, ഇടുക്കി കണ്ടവൻ ഇന്ത്യയെ കണ്ടിരിക്കുന്നു. ഇത് തന്നെയല്ലേ മോളും പറയാ. സേലത്ത് വന്നിട്ട് ആരെങ്കിലും മോളോട് ചോദിക്കുക, ഞങ്ങൾക്ക് ഇന്ത്യയെ കാണിച്ചു തരുമെന്ന് ചോദിച്ചാൽ മോൾ എന്നാ പറയും? സേലം കണ്ടവൻ ഇന്ത്യയെ കണ്ടിരിക്കുന്നു. ശരിയാണോ ഈ പറയുന്നേ? നിങ്ങളുടെ നാട് ഏത് പട്ടിക്കാടാകട്ടെ ഇന്ത്യയുടെ ഉള്ളിൽ, അവിടെ വന്നിട്ട് ആരെങ്കിലും ചോദിക്കുക ഞങ്ങൾക്ക് ഇന്ത്യയെ കാണിച്ചു തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലപ്പുഴക്കാരനാണ്, കുട്ടനാടുകാരനാണ്, അല്ല വേറെ ഏതെങ്കിലും തിരുവനന്തപുരംകാരനാണ്, അവിടെ വന്നിട്ട് ഒരുത്തൻ ചോദിക്കുക ഞങ്ങൾക്ക് ഇന്ത്യയെ കാണിച്ചു തരാൻ പറഞ്ഞാൽ നിങ്ങൾ പറയൂ, ഇതാ തിരുവനന്തപുരം കണ്ടവൻ ഇന്ത്യയെ കണ്ടിരിക്കുന്നു, ആലപ്പുഴ കണ്ടവൻ ഇന്ത്യയെ കണ്ടിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് തന്നെ യേശുവും പറഞ്ഞുള്ളൂ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. മനസ്സിലായോ? ഞാൻ ആ പിതാവിൻ്റെ ഒരു ഭാഗമാണ്. അതിലേക്ക് പ്രിയമകനെ, പ്രിയമകളെ, നിന്നെയും ക്ഷണിക്കുക, നിന്നെയും ക്ഷണിക്കുക. ആ ദൈവത്തിൻ്റെ ഒരു ഭാഗമായി തീരാൻ നിന്നെയും ക്ഷണിക്കുകയാ. ഹല്ലേലൂയ. ഇതാ പറഞ്ഞേ, പുറത്ത് നിന്ന് ജീവിക്കുന്ന കുടുംബത്തിൽ നിന്ന് അകത്ത് നിന്ന് പുറത്തേക്ക് ജീവിക്കുന്ന കുടുംബത്തിലേക്ക്
നിന്നെയും എന്നെയും ദൈവം ഇൻവൈറ്റ് ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇത് നിങ്ങളുടെ അകത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളം കത്തി. ഇതായിരുന്നു ഈ കാലം അത്രയും ഞാൻ തിരിച്ചറിയേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. കാരണം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ഒരു കൂട്ടരാണ് പിശാച്. അവൻ്റെ അനുയായികൾ ഇന്ന് സഭയ്ക്കകത്തുണ്ട്. ഇത് സത്യം തിരിച്ചറിയാൻ നമ്മളെ സമ്മതിക്കത്തില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, 1970-കളിൽ നേരത്തെ നമ്മൾ കേട്ടു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അതിലെല്ലാം സെപ്പറേറ്റ് എമിറേറ്റ് ആയിട്ട് നിൽക്കുക. ഈ സമയത്ത് 71-ൽ 6 സ്റ്റേറ്റുകൾ ചേർന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയി. റാസൽ ഖൈമ അതിനോട് ചേർന്നിട്ടില്ല. ആ സമയത്ത് റാസൽ ഖൈമയോട് ചോദിക്കുകയാണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ റാസൽ ഖൈമ എന്നാ പറയും? 1971-ൽ 6 എമിറേറ്റ്സുകൾ ചേർന്ന്, റാസൽ ഖൈമയിലില്ല, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയി. ആ സമയത്ത് നിങ്ങൾ റാസൽ ഖൈമ ചെന്നിട്ട് ചോദിക്കുകയാണ്, എവിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ റാസൽ ഖൈമ എന്നാ പറയും? ദേ ആ കാണുന്നതാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഞാൻ അതിലില്ല, ബാക്കി 6ഉം ഉണ്ട്. ആ കാണുന്നതാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അല്ലേ? എന്നാൽ 1972-ൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനോട് റാസൽ ഖൈമയും ചേർന്നു. ഇതിനുശേഷം റാസൽ ഖൈമയോട് ആരെങ്കിലും ചെന്ന് ചോദിക്കുകയാണ്, എവിടെയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് ചോദിച്ചാൽ റാസൽ ഖൈമ എന്നാ പറയും? ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ റാസൽ ഖൈമ എന്നാ പറയും? എന്നെ കാണുന്നവൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ കണ്ടിരിക്കുന്നു. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ഇത് തന്നെയാണ് യേശു പറയുന്നത്, ഞാനും പിതാവും യുണൈറ്റഡാ. ഹല്ലേലൂയ. ഞാനും പിതാവും യുണൈറ്റഡാ, ഒരൊറ്റ കിങ്ഡമാ. ഹല്ലേലൂയ. ആ ദൈവരാജ്യം എന്നിലൂടെയാ പുറപ്പെടുന്നത്. അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. പിതാവ് അതിനായി എന്നെ അയച്ച്. ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും കൂടെ ഞങ്ങളോട് ഒന്നായി മാറണം. മനസ്സിലായോ? അങ്ങനെ ഒന്നായ എന്നെ സംഭവിക്കും മോളെ? അന്ന് നിന്റെ പട്ടിണി മാറും. അന്ന് നിന്റെ പട്ടിണി മാറി. ഇന്നലെ കേട്ടില്ലേ, ഒരു സ്ത്രീ അവൾക്ക് അരവയറ് നിറയ്ക്കാൻ പോലും ഫുഡ് അവളുടെ വീട്ടിലില്ല. ആ സമയത്ത് അവൾക്കൊരു വിവാഹം നടന്നു. ആ വിവാഹം നടന്നപ്പോൾ താൻ ഒറ്റയ്ക്ക് നിന്ന താന് അന്ന് വിവാഹ നാളിൽ ആ വൈദികൻ പറഞ്ഞു, ഇനി നിങ്ങൾ 2 അല്ല 1 സംഭവം മാറി, യുണൈറ്റഡായി. അതോടുകൂടെ അവളുടെ അരവയറ് നിറയാതെ കിടന്ന വയറ് നിറയാൻ തുടങ്ങി. ഇതാ കർത്താവ് പറഞ്ഞ, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കേ, അതോടുകൂടെ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും, ഇതൊക്കെ നിനക്ക് സപ്ലൈ ചെയ്യപ്പെടും. കാരണം നീ കയറാൻ പോകുന്ന അലയൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിലെ ഏറ്റവും വലിയ അലയൻസാണ്. എൻ്റെ മക്കളെ, ഇത് വിശ്വാസമായി തീരട്ടെ. ഇത് വിശ്വാസമായി തീരുമ്പോഴാണ് ആ ശക്തി നിന്നിലേക്ക് പ്രവഹിക്കുന്നത്. ഇപ്പം നിങ്ങൾ കേട്ടത് അറിവാ. ഈ അറിവ് എന്തായി മാറണം? വിശ്വാസമായി മാറണം. വിശ്വാസമായി മാറണം. ഞാൻ ബേസിക്കലി ഒരു മണ്ടനാണ്. അതാ നേരത്തെ കേട്ടോ, 1 മാർക്ക്, 0 മാർക്ക്, 2 മാർക്കൊക്കെ ആയിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പാസ്സാകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഏരിയയിൽ, എൻ്റെ ഏരിയ ഓഫ് മാനേജ്മെൻറ്റിൽ, ആ സ്റ്റഡിയിൽ ഹൈ ലെവൽ മാർക്കോടുകൂടി എനിക്ക് പാസ്സാകാൻ ദൈവം എന്നെ സഹായിച്ചു. കാരണം ദൈവത്തിൻ്റെ വചനം പറയാണ്, എൻ്റെ വചനം നിന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കി മാറ്റും. നമ്മളെ ദൈവം ആള് മാറ്റിക്കളയും. കാരണം നമ്മുടെ ജ്ഞാനം പിന്നെ നമ്മുടെ ജ്ഞാനമല്ല. ഹല്ലേലൂയ. നമ്മുടെ തലയുടെ ജ്ഞാനമാണ്. റാസൽ ഖൈമ ഈ അലയൻസിനോട്, ഈ 6 എമിറേറ്റ്സോട് ചേരാൻ തുടങ്ങിയപ്പോൾ പിന്നെ റാസൽ ഖൈമയുടെ ഡിഫൻസ് ഫോഴ്സ് അല്ല, മറ്റ് 6 രാജ്യങ്ങളുടെയും 6 സ്റ്റേറ്റുകളുടെയും ചേർന്ന ഡിഫൻസ് ഫോഴ്സായി. സംഭവം മാറി. അപ്പോൾ പ്രിയ മകനെ, പ്രിയ മകളെ, ഈ അലയൻസിൽ കുഞ്ഞെ നീ ചേരണം.
അതിനുള്ള ഇൻവിറ്റേഷനാണ് ഈ സ്വർഗീയ ഈ അലയൻസ് ഒരു കുടുംബമാണ്, ദൈവത്തിൻ്റെ കുടുംബം. അതിലേക്ക് നീ ചേരണം. പ്രാർത്ഥനയോടെ ഇരുന്നു അകത്ത് കയറിയ ബോണിയെ മനസ്സിലാകുന്നുണ്ടാ? അപ്പോൾ ഈ ദൈവ കുടുംബത്തോട് പ്രിയ മകനെ പ്രിയ മകളെ നീ ചേരുമ്പോൾ നിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. ഒരു ദരിദ്ര കുടുംബം, വേണ്ട ജ്ഞാനമില്ല, ചിന്തിക്കാനുള്ള കഴിവില്ല. ഞാനിങ്ങനെ എന്തെങ്കിലും ചിന്തിക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിന്ത എനിക്ക് വളരത്തില്ല, എങ്ങും പോകില്ല, എങ്ങും പോകാത്ത രീതിയിൽ ചിന്ത ഇങ്ങനെ മൂടപ്പെടും. ഇതൊക്കെയായിരുന്നു എൻ്റെ അവസ്ഥ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഞാൻ ചിന്തിക്കേണ്ട, ഓട്ടോമാറ്റിക് ദൈവത്തിൻ്റെ ചിന്ത എൻ്റെ അകത്ത് വന്ന് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം ഇന്ന് അകത്തുനിന്ന് ജീവിക്കുന്ന കുടുംബമായി. മറ്റതങ്ങനെയല്ല, പുറത്തുനിന്ന് മനോരമ വരണം എന്തെങ്കിലും അറിയണമെങ്കിൽ, മാതൃഭൂമി വരണം, ആരെങ്കിലും പറഞ്ഞു തന്നാലേ മനസ്സിലാവൂ. ഇന്ന് അങ്ങനെയല്ല. ഇവിടെ നടക്കുന്നതിന് കാര്യം അതിനു മുമ്പേ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഉള്ളിൽ തെളിയിപ്പിച്ച് തരും. കാരണം പ്രപഞ്ചം ഭരിക്കുന്ന ഭരണകൂടത്തിലെ ആ കുടുംബത്തിലെ മക്കളാണ്, അംഗങ്ങളാണ്. എൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടോ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവുക. ഇത് നിങ്ങളിന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ജീവിതത്തിൽ പ്രാക്ടിക്കൽ തലത്തിൽ വരണം. പ്രാക്ടിക്കൽ തലത്തിൽ വരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് പ്രവർത്തിക്കുന്നതാണല്ലോ, ഇതിന് റിസൾട്ട് ഉണ്ടല്ലോ. അങ്ങനെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങളത് കൂടുതലായിട്ട് ചെയ്യും. റിസൾട്ട് ഇല്ലാതെ വരുമ്പോൾ നിങ്ങളും മടുത്തു പോകും. ഒരിക്കൽ ഒരു കോഴി ഫാം തുടങ്ങാനായിട്ട് ഒരാൾ ആഗ്രഹിച്ചു. അങ്ങനെ കോഴി ഫാം തുടങ്ങി കുറേയൊക്കെ വളർന്നു വന്നപ്പോൾ പല ഡ്രോബാക്ക്, ഇടയ്ക്കിടയ്ക്ക് ഓരോ കോഴിക്കുഞ്ഞുള്ളി ആകാൻ തുടങ്ങി. അപ്പോൾ ഈ നടത്തുന്ന ആളുടെ ഹൃദയം ആദ്യമൊക്കെ ഒന്ന് ശ്രമിച്ചു, ക്ഷീണിക്കാൻ തുടങ്ങി. കാരണം റിസൾട്ടില്ല. പിന്നെ കുറേയൊക്കെ കോഴിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ താൻ കൊടുക്കുന്ന തീറ്റയുടെ അളവും മുട്ടയുടെ അളവും കൂടി നോക്കിയപ്പോൾ താൻ 10 രൂപയുടെ തീറ്റ കൊടുത്താൽ കോഴി 8 രൂപയുടെ മുട്ടയിടും. കണക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെയും ക്ഷീണം, പിന്നെയും വളർത്താൻ തോന്നണില്ല. അപ്പോൾ റിസൾട്ട് ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ അകം ക്ഷീണിക്കാൻ തുടങ്ങും. പിന്നെ ചെയ്യണതൊക്കെ ഒരു മെക്കാനിക്കലായിട്ട് മാറും. ഇതേപോലെയാണ് ഇന്ന് ആത്മീയ അവസ്ഥ. റിസൾട്ട് ഇല്ലാത്തതുകൊണ്ട് ഇനി ഞാൻ പോയില്ലെങ്കിൽ ജീവിത പങ്കാളി എന്നാ പറയും, മമ്മി എന്നാ പറയും, പപ്പ എന്നാ പറയും, അവരെന്നാ പറയും, ഇവരെന്നാ പറയും, പാസ്റ്റർ എന്ത് വിചാരിക്കും എന്നൊക്കെ രീതിയിലാണ് പിന്നെ ഒരു യാത്ര. നിന്നോട് തന്നെ പറഞ്ഞേ. ചിലരെവിടെ ഇവിടെ എന്നോടാണല്ലോ ഈ പറഞ്ഞത്, നിന്നോട് തന്നെയാണ് പറഞ്ഞത്. കാരണം റിസൾട്ടില്ല. ഫലം നോക്കി വിഷത്തെ തിരിച്ചറിയാം, ഇവിടെ റിസൾട്ടില്ല. ആളിൽ ക്ഷീണിക്കുക, അകത്ത് ക്ഷീണമാണ്. പക്ഷേ ഇതിലേക്ക് നിങ്ങൾ നോക്കിയാൽ റിസൾട്ട് കാണാൻ പറ്റും. ഡേ ബൈ ഡേ റിസൾട്ടിലേക്ക് വരും. ആദ്യം ബമ്പർ റിസൾട്ടല്ല, ഈ അറ്റാച്ച്മെൻറ്റിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചേർന്ന് കഴിയുമ്പോൾ റിസൾട്ട് വരും. ഇതൊരു അലയൻസാണ്. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്, എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്, ഞാൻ മുന്തിരി വള്ളിയാണ്, നിങ്ങൾ അതിലെ ശാഖകളാണ്. ശാഖ മുന്തിരി വള്ളിയോട് പറ്റിയിരുന്നാൽ, അലയൻസിലായാൽ, ഒന്നായാൽ നിങ്ങൾക്ക് ധാരാളമായി ഫലം കായ്ക്കാൻ പറ്റും. അപ്പോൾ ഫലം വേണമെങ്കിൽ എന്ത് വേണം? ശാഖയാവുന്ന നമ്മൾ മുന്തിരി വള്ളിയോട് ഒന്നായിത്തീരണം. മനസ്സിലായോ? എങ്ങനെ? മുന്തിരി വള്ളിയും തോട്ടക്കാരനും ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും മുന്തിരി വള്ളിയോട് ഒന്നായാൽ റിസൾട്ട് വരാൻ തുടങ്ങും. ഹല്ലേലൂയ. അല്ലാണ്ട് നമ്മുടെ മതകർമ്മങ്ങൾ കൊണ്ടല്ല റിസൾട്ട് വരുന്നത്, ക്രിസ്തുവോട് നമ്മൾ ഒട്ടിയിരിക്കണം. ക്രിസ്തുവോട് നമ്മൾ ഒട്ടിയിരിക്കണം. ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആകാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പറഞ്ഞതിൻ്റെ അർത്ഥം ഈ അലയൻസിൽ ചേരുക. എങ്ങനെ? യേശുവോട് ചേർന്നുകൊണ്ട്. യേശു ഈ അലയൻസിലാണ്.
നമ്മുടെ ബൈബിളിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അത് സത്യമാണ്. ഈ അലയൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അതിലൂടെയാണ്. പക്ഷേ നമ്മളുടെ കാരണവന്മാർ എവിടെയോ വെച്ച് ഇത് സെറ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി. നമ്മൾ ഇന്നും ആ തെറ്റും പൊക്കി പിടിച്ചിട്ട് നടക്കുക. അതാണ് നമുക്ക് റിസൾട്ട് വരാത്തത്. അതായത് നമ്മളിൽ ഫിറ്റ് ചെയ്യേണ്ട കാര്യം എടുത്തുകൊണ്ട് സ്വർഗസ്ഥ പിതാവിൽ കൊണ്ട് ഫിറ്റ് ചെയ്തു. ഒരു ഫിറ്റിങ് മാറിപ്പോയതേ ഉള്ളൂ, മൊത്തം തെറ്റി. ഒരൊറ്റ ഫിറ്റിങ് മാറിയുള്ളൂ, സകലതും തെറ്റി. ദൈവപുത്രനായ ക്രിസ്തു സ്വർഗസ്ഥ പിതാവുമായി അലയൻസിലാണ്. അതായത് ഒന്നാണെന്ന്. സ്വർഗസ്ഥ പിതാവ് തല, ഹെഡ്, ക്രിസ്തു ബോഡി, ശരീരം, ഒന്നായി നിൽക്കുക. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് നോക്കിയേ, അബുദാബിയാണ് ഹെഡ്, അബുദാബി ഹെഡ്. ബാക്കി 6 സ്റ്റേറ്റുകളും ബോഡിയാണ്. യുണൈറ്റഡ് എന്ന് വെച്ചാൽ ഒന്നായിരിക്കുന്ന അറബ് എമിറേറ്റ്സ്. ഇതേപോലെ ക്രിസ്തു സ്വർഗസ്ഥ പിതാവുമായി യുണൈറ്റഡാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് 7 ഏകമാണ്. 7 എമിറേറ്റ്സുകൾ ചേർന്ന് ഒന്നായി. ക്രിസ്തു സ്വർഗസ്ഥ പിതാവുമായി 7 ഏകമല്ല, 3 ഏകമാണ്. ഒപ്പത്തിനൊപ്പം ഉണ്ടോ? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് 7 എമിറേറ്റ്സുകൾ ചേർന്ന് ഒരു രാജ്യമായിരിക്കുന്നു. 7 ഏകം. ദൈവപുത്രനായ ക്രിസ്തു സ്വർഗസ്ഥ പിതാവോട് 3 ഏകമായി നിലകൊള്ളുന്നു. അതായത് ഹെഡായ സ്വർഗസ്ഥ പിതാവ്. ഇതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് ക്രിസ്തുവിൻ്റെ തല ദൈവം, സ്വർഗസ്ഥ പിതാവ്, അത്യുന്നതനായ ദൈവം. UAE തല, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ തല അബുദാബി. ക്രിസ്തുവിൻ്റെ തല ദൈവം, അത്യുന്നതനായ പിതാവ്. ഹല്ലേലൂയ. ഈ ദൈവം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അത് ബൈബിളിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് അത്യുന്നതനായ ദൈവം എന്ന് പറയുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതായത് യേശുക്രിസ്തു പറയുന്നുണ്ട് ഏകസത്യദൈവമായി നിന്നെയും. അപ്പോൾ യേശു ആരാ? യേശു ദൈവം തന്നെയാണ്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരും. അപ്പോൾ 2 ദൈവമോ? 2 ദൈവമോ അല്ല, ഇഷ്ടംമാതിരി ഉണ്ട്, ബൈബിളിൽ നമുക്ക് പഠിക്കാം. പക്ഷേ അതിൻ്റെ നടുവിൽ ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അത്യുന്നതൻ എന്ന് പറയുന്നത്. ആ ദൈവത്തെയാണ് ഹെഡ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതാണ് ബൈബിൾ പറയുന്നത് ക്രിസ്തുവിൻ്റെ തല ദൈവം, അത്യുന്നതനായ ദൈവം. യേശു ക്രിസ്തുവിൻ്റെ പിതാവ് സ്വർഗസ്ഥ പിതാവ്, യഹോവ എന്ന് പേര്. ഹല്ലേലൂയ. അപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ തല, ഹെഡ് അബുദാബിയാണ്. യേശു ക്രിസ്തുവിൻ്റെ ഹെഡ് അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ്. മനസ്സിലാവുന്നുണ്ടോ? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ശ്രദ്ധിച്ച് പറഞ്ഞേ, എൻ്റെ ഒപ്പത്തിനൊപ്പം പോരണേ, നമ്മളങ്ങോട്ട് കൊണ്ടുപോവുക. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ 7 കഷ്ണം ലാൻഡുകളാണ്, ഭൂമിയാണ് അവിടെയുള്ള ജനങ്ങളിലൂടെ ഒന്നിച്ചത്. ഹലോ, 7 കഷ്ണം കാണപ്പെടുന്ന ദൃശ്യമായ ഭൂമിയാണ്. റാസൽ ഖൈമ എന്ന് പറഞ്ഞ ഒരു പീസ് ഭൂമി, അബുദാബി എന്ന ഒരു പീസ് ഭൂമി, ദുബായ് എന്ന ഒരു പീസ് ഭൂമി, ഷാർജ എന്ന ഒരു പീസ് ഭൂമി, ഉമൽ ഖൈൻ എന്ന ഒരു പീസ് ഭൂമി, ഫുജേറ എന്ന ഒരു പീസ്
ഭൂമി, അജ്മാൻ എന്ന ഒരു പീസ് ഭൂമി. അങ്ങനെ 7 ഒരു ജിക്സോ പസിൽ പോലെ 7 ഒരുമിച്ച് ചേർന്ന് ഒരു രാജ്യമായി. മനസ്സിലായ? എന്നാൽ നമ്മുടെ കേസിൽ 7 ഭൗതിക ഭൂമി കഷ്ണങ്ങളല്ല ഒരുമിച്ച് ചേരുന്നേ, വ്യക്തികളാണ് ഒരുമിച്ച് ചേരുന്നേ, സോളുകളാണ് ഒരുമിച്ച് ചേരുന്നേ. നമ്മളാണ് ദൈവത്തിൻ്റെ രാജ്യമായി മാറുന്നത്. തിരിച്ചറിയണം. മറ്റത് ലാൻഡാണ് മാറുന്നത്. ലാൻഡ് മാറുമ്പോൾ അതിലെ ജനം കയറുകയാണ്. ഇവിടെ ഭൗതികമായ ലാൻഡ് കയറുന്നില്ല. ഇവിടുത്തെ ലാൻഡ് അദൃശ്യമായ നമ്മുടെ സോളാണ്. നമ്മളാണ് ഒരുമിച്ച് ചേരുന്നത്. മനസ്സിലായില്ലെങ്കിലും വിട്ടേര്, കുഴപ്പമില്ല കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ ആ ബേസിക് സ്ട്രക്ചറിലേക്ക് വരണം. മറ്റതൊക്കെ പയ്യെ പയ്യെ പഠിച്ചാൽ മതി. ഹല്ലേലൂയ. അപ്പോൾ ദൈവം തലയായ ഹെഡായ ക്രിസ്തു ദൈവപുത്രൻ, ആ ദൈവപുത്രൻ ഈ ദൈവവുമായി ദൈവത്തിൻ്റെ ആത്മാവാൽ ത്രിയേകമാണ്. എൻ്റെ ഒപ്പത്തിനൊപ്പം വരണേ. എന്തിനാ ഈ പറഞ്ഞു തരുന്നേ? ആ ദൈവപുത്രനിലേക്കാണ് നമ്മൾ ചേരുന്നത്. അതേ പ്രവർത്തനമാണ് ഇന്ന് നമ്മുടേതുമായി തീരുന്നത്. സെയിം പ്രവർത്തനം. ദൈവപുത്രനായ ക്രിസ്തു എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതേപോലെ വേണം നമ്മളും പ്രവർത്തിക്കാൻ. അപ്പോൾ ഇത് നാം മനസ്സിലാക്കണം. ഈ ദൈവപുത്രനായ ക്രിസ്തു സ്വർഗസ്ഥ പിതാവുമായി ഒന്നായിരിക്കുന്നു. എങ്ങനെ? സ്വർഗസ്ഥ പിതാവിൻ്റെ ആത്മാവിലൂടെ. സ്വർഗസ്ഥ പിതാവിൻ്റെ ആത്മാവിന് വ്യക്തിപരമായി പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെ സ്വർഗസ്ഥ പിതാവ് തൻ്റെ ആത്മാവിനെ ഈ പുത്രന് കൊടുത്തിരിക്കുകയാണ്. ഇതാണ് പുത്രൻ പറയുന്നത്, യഹോവയുടെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ലൂക്കോസ് 4:18 നമുക്ക് കാണാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് പുറകെ മനസ്സിലാക്കാം. 4:18 പറയാണ്, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. വായിച്ച്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കണ്ടോ? അവൻ്റെ ആത്മാവ്, അതായത് അത്യുന്നതനായ ദൈവത്തിൻ്റെ, യഹോവയാം ദൈവത്തിൻ്റെ, സ്വർഗസ്ഥ പിതാവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അപ്പോൾ യേശുവിൻ്റെ മേലാരുണ്ട്? യഹോവയുടെ ആത്മാവ്. പിടുത്തം കിട്ടിയോ? അതുവഴി യേശു ക്രിസ്തു സ്വർഗസ്ഥ പിതാവുമായി ഒന്നായിരിക്കുക. അപ്പോൾ യേശുവിന് ഇൻസ്ട്രക്ഷൻ വരുന്നത് മുഴുവൻ എവിടെ നിന്നാണെന്നറിയാമോ? തൻ്റെ തലയായ സ്വർഗസ്ഥ പിതാവിൽ നിന്ന്. ഇതാണ് 1 കൊരിന്ത്യർ 11:3 പറയുന്നത്, ക്രിസ്തുവിൻ്റെ തല അത്യുന്നതനായ ദൈവം. അത്യുന്നതനായ ദൈവം തൻ്റെ ആത്മാവാൽ ക്രിസ്തുവിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. ക്രിസ്തു തൻ്റെ ശരീരം ഉപയോഗിച്ച് അത് ഭൂമിയിൽ ചെയ്യുന്നു. ഒപ്പത്തിനൊപ്പം വരുന്നുണ്ടോ? കുഴപ്പമില്ല, വന്നില്ലേലും കുഴപ്പമില്ല. ഇത് കൂടുതൽ 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 ഡേ ബൈ ഡേ ആയിട്ട് എത്തും. ഇനി ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ചിത്രത്തിലൂടെ കൊണ്ടുവരാം. ചിത്രത്തിലൂടെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇതൊരു സിംഗിൾ ശരീര സ്ട്രക്ചറാണ്. ഇപ്പോൾ ഒരു കിങ്ഡം എന്ന് ചോദിച്ചാൽ ഓരോ ശരീരവും ഓരോ കിങ്ഡമാണ്. ഓരോ ശരീരവും ഓരോ കിങ്ഡമാണ്. ഓരോ മനുഷ്യ ശരീരവും അതിനൊരു തലയുണ്ട്, ഒരു ബോഡിയുണ്ട്, അവയവമുണ്ട്. ഇതേപോലെ തന്നെ ദൈവവും നമ്മളും കൂടെ ഒന്നാവുകയാണ് ക്രിസ്തുവിലൂടെ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്, ക്രിസ്തുവോട് ചേരുന്നതിലൂടെയാണ് നാം സ്വർഗസ്ഥ പിതാവ്, ക്രിസ്തുവിൻ്റെ തലയായ സ്വർഗസ്ഥ പിതാവോട് ചേരുന്നത്. അപ്പോൾ നമ്മളും ഈ യുണൈറ്റഡ് വൺ മെത്തേഡിലേക്ക് ചേരുകയാണ്. ഇതിനൊരു യുണൈറ്റഡ് ഹോളി നേഷൻ എന്നാണ് ബൈബിൾ പറയുന്നത്.
എ ഹോളി നേഷൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പരിശുദ്ധ രാഷ്ട്രം. അതിലേക്ക് നമ്മൾ ചേരുകയാണ്. ആ ചേരുന്ന അവസ്ഥയിൽ നമ്മളെല്ലാം കൂടി ദൈവവുമായി ഒരു ശരീരമായി മാറും. ഏക ശരീരമായ നമ്മളെ വിളിച്ചിരിക്കുന്നത്. റോമ 12:5 വായിച്ച്. ഇനി നിങ്ങൾക്ക് ഞാൻ ചിത്രത്തിലൂടെ കാണിച്ചു തരാം. കാരണം ഇനി ആത്മീകമായ സ്ട്രക്ചർ ആയതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഫാദർ വി താങ്ക് യു. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. അപ്പോൾ ശ്രദ്ധിച്ചേ, ക്രിസ്തു ത്രിയേകമായി പ്രവർത്തിക്കുന്നു. ദൈവപുത്രൻ. നമ്മൾ അറിവില്ലായ്മയിൽ ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ കാരണവന്മാർ ഇത് കൊണ്ടുപോയി പിതാവി കൊണ്ട് ഫിറ്റ് ചെയ്തു. ശരിക്കും ഫിറ്റ് ചെയ്യേണ്ടത് ക്രിസ്തുവിലായിരുന്നു. ഫിറ്റിംഗ് ഒന്ന് മാറിപ്പോയി. പിതാവിൽ കൊണ്ട് ഫിറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 തുല്യ ശക്തികളാക്കി നമ്മളങ്ങ് കൊണ്ടുവന്നു. കാരണം ഒന്നിനെ കുറച്ച് കഴിഞ്ഞാൽ അതൊരു ശരിയല്ലല്ലോ. അതുകൊണ്ട് എല്ലാത്തിനും ഒപ്പത്തിനൊപ്പം വെച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ഫിറ്റ് ചെയ്യേണ്ടത് പിതാവിലല്ലായിരുന്നു. ആ ഒരു വർക്കിംഗ് മെത്തേഡ് അത് ഫിറ്റ് ചെയ്യേണ്ടത് പുത്രനായ ക്രിസ്തുവിലായിരുന്നു. അതേ വർക്കിംഗ് മെത്തേഡാണ് നമ്മുടേതും. പുത്രനായ ക്രിസ്തു എങ്ങനെ വർക്ക് ചെയ്യണോ അതേ മെത്തേഡാണ്. അപ്പോൾ മെത്തേഡ് മാറിപ്പോയത് കൊണ്ട് നമ്മുടെ വർക്കിംഗ് മെത്തേഡ് നമുക്കറിയില്ല. അത് ഇങ്ങനെ ഹൊറിസോണ്ടൽ അല്ല, അത് വെർട്ടിക്കലാണ്. ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം. അതെനിക്ക് ഇപ്പോൾ മനസ്സിലായി ചിത്രത്തിലൂടെ. വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമാക്കി വേണം നാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയാണ് 12:5, റോമ 12:5, അതുപോലെ പലരായ നാം. അപ്പോൾ നമ്മളെങ്ങനെയാണ് പലരാ? 1971 മുമ്പ് UAE നിന്നിരുന്നത് പോലെ 7 എമിറേറ്റ്സുകൾ, പല എമിറേറ്റ്സുകൾ അതെല്ലാം കൂടി ഒന്നായി. ഇതേപോലെ അതായത് ബലഹീനമായ 7 എമിറേറ്റ്സുകൾ ചേർന്ന് ഒന്നാകുകയാണ്. അപ്പോൾ ഒരു ശക്തമായി. ഇവിടെ സർവശക്തനായ ദൈവത്തോട് നാം ഒന്നാവുകയാണ്. എങ്ങനെ? തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ. പലരായ നാം. അപ്പോൾ നമ്മളെങ്ങനെയായിരുന്നു? എല്ലാം ഇൻഡിവിജ്വൽ, സെപ്പറേറ്റ്. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരം, എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. ഇത് തിരിച്ചറിയണം. യുണൈറ്റഡായി, ക്രിസ്തുവിലൂടെ യുണൈറ്റഡായി. ക്രിസ്തു ആരുമായിട്ട് യുണൈറ്റഡാ? സ്വർഗസ്ഥ പിതാവുമായിട്ട് യുണൈറ്റഡാ. നമ്മൾ ആരോടുകൂടി യുണൈറ്റഡായി? ക്രിസ്തുവോട് യുണൈറ്റഡായി. അപ്പോൾ അതുവഴി നമ്മൾ ആരോട് യുണൈറ്റഡായി? സ്വർഗസ്ഥ പിതാവോട് യുണൈറ്റഡായി. എല്ലാം കൂടി ഒന്നായില്ലേ? ഇതാണ് ഒരു ദൈവപുത്രൻ്റെ സ്ട്രക്ചർ. ഇത് കുഞ്ഞെ നീ തിരിച്ചറിഞ്ഞാൽ ഈ അറിവിലൂടെ സ്വർഗസ്ഥ പിതാവിനുള്ളത് നിന്നിലേക്ക് ഒഴുകാൻ തുടങ്ങും. ഒരു ശരീരം എന്ന വണ്ണം. അവൻ്റെ പേരെന്താ? സുധൻ അല്ലേ? സുധനിങ്ങ വന്നേ, ഇവിടെ നിന്നേ. ഈ പറഞ്ഞതുപോലെ ഈ തല സ്വർഗസ്ഥ പിതാവ്, ഈ ശരീരം ഉപമയാണേ, ബോഡി ക്രിസ്തു. സ്വർഗസ്ഥ പിതാവിൻ്റെ സർവസമ്പൂർണതയും ക്രിസ്തുവിൽ ബോഡി രൂപത്തിൽ വസിക്കുന്നു, ശരീര രൂപത്തിൽ വസിക്കുന്നു. കൊളോസ്യർ 2:9 പറഞ്ഞേ, ശരീരരൂപത്തിൽ. ഇത് മനുഷ്യർക്ക് മനസ്സിലായിട്ടില്ല. ശരീരരൂപത്തിൽ വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ തല അത്യുന്നതനായ ദൈവം, ക്രിസ്തുവിൻ്റെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ശരീരം ക്രിസ്തു. പിടുത്തം കിട്ടിയ ഇനി നമ്മൾ ഓരോരുത്തരും, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ. ചെറുവിരൽ, ചൂണ്ടുവിരൽ, തള്ളവിരൽ, അകത്തുള്ള പല ഹൃദയം, കിഡ്നി എന്ന അവയവങ്ങളില്ലേ? ഇതേപോലെ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ.
പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. എൻ്റെ ഒപ്പത്തിനൊപ്പം വരുന്നുണ്ടാ? സെക്കൻഡ് അവിടെ നിന്നോ. ഇതെല്ലാം കൂടി ഒരു ശരീരമല്ലേ? ഒന്നല്ലേ? സ്വർഗസ്ഥ പിതാവ് തല, ക്രിസ്തു ശരീരം. ഇതിൻ്റെയൊക്കെ വചനം എടുത്ത് വായിക്കാണോ നമുക്ക്? നമ്മൾ ഓരോരുത്തരും ഇതിലെ അവയവങ്ങൾ. ഇതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് നാമം. ഇനി ശ്രദ്ധിക്കുക, തല ഇങ്ങനെ മറച്ചു. ഇദ്ദേഹത്തിൻ്റെ പേരെന്തുവാ? സുതൻ അല്ലേ? നമ്മുടെ ഭാഷയിൽ ഇതാരാ? തല ആരാ? അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ്. പിതാവിനെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? മനുഷ്യർക്ക് അറിഞ്ഞ് കാണാൻ പറ്റുമോ? ആരും കാണാൻ പറ്റത്തില്ല. അദൃശ്യനായ ദൈവം. പക്ഷെ ആര് തന്നെ വെളിപ്പെടുത്തും? പുത്രനായ ക്രിസ്തു. അപ്പോൾ ഈ തലയെ ആരാ വെളിപ്പെടുത്തുന്നേ? ശരീരം അല്ലേ? തലയെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അന്നങ്ങ് മറച്ചേക്കാം അല്ലേ? ഈ തലയുടെ പേരാണ് സുതൻ. ഇദ്ദേഹത്തിൻ്റെ പേര് സുതൻ. അതുപോലെ നമ്മളെ സംബന്ധിച്ച് ഈ തലയുടെ പേരാണ് സ്വർഗസ്ഥ പിതാവ്. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് താഴെയുള്ള ബോഡിയോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് സുതനെ കാണിച്ചതാന്ന് പറഞ്ഞാൽ ശരീരം എന്നാ പറയും? പറ. കാരണം ഈ ശരീരം ആരെയാ വെളിപ്പെടുത്തുന്നേ? തലയല്ലേ? അല്ലേ? ഈ ശരീരം സുതനെയല്ലേ വെളിപ്പെടുത്തുന്നേ? ഈ ശരീരം എന്ത് ചെയ്താലും ആരെയാ വെളിപ്പെടുത്തുക? കാരണം ഇപ്പോൾ ഈ ശരീരം ധ്യാനം കഴിഞ്ഞ് പോയി, നേരെ എങ്ങോട്ടേക്ക് പോകും? സുതൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ശരീരം ആരെയാ വെളിപ്പെടുത്തുന്നേ? സുതനെയല്ലേ വെളിപ്പെടുത്തുന്നേ? മനസ്സിലായോ? അപ്പോൾ ശരീരത്തെ കാണുന്നവൻ ആരെ കാണുന്നു? സുതനെ കാണുന്നു, തലയെ കാണുന്നു. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ഈ ശരീരത്തെ കണ്ടാൽ മതി. നീ ആരെ കണ്ടു? തലയെ കണ്ടു. കാരണം ശരീരം ആരെയാ വെളിപ്പെടുത്തുന്നേ? തലയെ വെളിപ്പെടുത്തുന്നു. ഇതാണ് യേശു പറയുന്നതിൻ്റെ സാരം. മനസ്സിലാവുന്നുണ്ടോ? ഇനി ആ ശരീരത്തിലെ ഒരു അംഗമായി നിങ്ങൾ മാറുക. ചിന്തിച്ചോ? യേശുവോട് ചേർന്ന് ഒരംഗമായി നിങ്ങൾ മാറുമ്പോൾ പണി എന്താ? മെയ്സനാണല്ലേ? ശ്രദ്ധിച്ചേ, മെയ്സനാ. ഇനി ഈ കൈ ഉണ്ടല്ലോ, ഈ സുതൻ എന്ന് പറയുന്നൊരു മെയ്സനാ. ഈ കൈ പണിയാൻ തുടങ്ങുമ്പോൾ ഇതിലൊരു വിരൽ പണിയാൻ തുടങ്ങുക. ഈ വിരലുകളാണ് നമ്മൾ ഓരോരുത്തരും. ഈ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ശരിക്കും വിരൽ പണിയാൻ തുടങ്ങുമ്പോൾ ആരെ വെളിപ്പെടുത്തും? മെയ്സനെ വെളിപ്പെടുത്തും. മെയ്സനാണ് സുതൻ. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആരെയായിരിക്കും വെളിപ്പെടുത്തുക? നമ്മൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തും. ക്രിസ്തുവിൻ്റെ തലയായ പിതാവ് അതൊഴി വെളിപ്പെടും. മനസ്സിലായോ? ഈ കൈ ശരീരത്തെ വെളിപ്പെടുത്തും അല്ലേ? ശരീരം തലയെ വെളിപ്പെടുത്തും. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളാകുന്ന അവയവങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആര് വെളിപ്പെടും? സ്വർഗസ്ഥ പിതാവ് വെളിപ്പെടും ക്രിസ്തുവിലൂടെ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതാണ് യേശു പറഞ്ഞത്. ഇതൊരു സ്പിരിച്വൽ ബോഡിയാണ്. മനസ്സിലായോ? ഈ സ്പിരിച്വൽ ബോഡിയിൽ നമ്മൾ എങ്ങനെ അനങ്ങിയാലും ക്രിസ്തു നമ്മളുടെ വെളിപ്പെടും. ക്രിസ്തു വെളിപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ തലയായ സ്വർഗസ്ഥ പിതാവ് വെളിപ്പെടും. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ഇനി നമുക്കിത് ചിത്രത്തിലൂടെ കാണാം. ചെന്നിരുന്നു. താങ്ക് യു. ഇതിപ്പോൾ എന്താ ചെയ്യണേ? ദൈവം ഈ അമ്മമാർ പിള്ളേരെ കഷായം കുടിപ്പിക്കത്തില്ലേ? കിടത്തിയിട്ട് അപ്പൻ ഒരു കയ്യിലും കാലിലും പിടിക്കും. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? ഒഴിച്ച് കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ മനസ്സിലാക്കാൻ പറ്റാത്ത ഈ കാര്യങ്ങൾ ഒരു ജഡികനിത് മനസ്സിലാകത്തില്ല, ആത്മീയനെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ചെറിയ ആത്മീയ തലം ഉണ്ടല്ലോ, അതിനിങ്ങനെ തുറന്നു പിടിച്ച് ഒഴിച്ചു തരിക അകത്ത് കയറാൻ. ഹല്ലേലൂയ. ഇത് അകത്ത് കയറിയാൽ സത്യം നിങ്ങൾ അറിഞ്ഞാൽ സത്യം നിങ്ങളുടെ രോഗം മാറ്റും, നിങ്ങൾ സ്വതന്ത്രരാകും. ഹല്ലേലൂയ. ഇനി ഇത് ആത്മതലത്തിൽ കൊണ്ടുവരാൻ തക്കവണ്ണം ചിത്രത്തിലേക്ക് നമുക്ക് മാറി നമുക്കത് മനസ്സിലാക്കാം. ഓ ഫാദർ വി താങ്ക് യു. ഇപ്പം നിങ്ങൾ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകണേ? പുറത്തുനിന്ന് ജീവിക്കുന്ന കുടുംബത്തിൽ നിന്ന് അകത്തുനിന്ന് ജീവിക്കുന്ന
കുടുംബത്തിലേക്ക് കൊണ്ടുവരിക, ഒരു യുണൈറ്റഡ് ഹോളി നേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമായി മാറുകയാണ്. അപ്പോൾ അത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കുക. ഫാദർ, വി താങ്ക് യു, ഗിവ് യു ഗ്ലോറി. ആ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളുടെ കുടുംബത്തെയും പിതാവിനെയും അറിയുക, അവിടെ എത്തിച്ചേരുക. ഫാദർ, വി താങ്ക് യു. നോ യുവർ ഫാമിലി ആൻഡ് ഫാദർ ആൻഡ് റീച്ച് ദെയർ. Hallelujah. പലരായ നാം ഒരു ശരീരമായി വിളിക്കപ്പെട്ടു. ഈ ഒരു ചിത്രം നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഈ ചിത്രം നിങ്ങൾ കാണണം. എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ആത്മീക സത്യം മനസ്സിലാക്കാൻ ഇത് എളുപ്പമായിരിക്കാം. നമ്മളെ ക്രിസ്തുവിൽ ഒരു ശരീരമായി വിളിച്ചിരിക്കുക. കണ്ടോ? ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം. ക്രിസ്തുവിൽ ഒരു ശരീരം. ഇത് ക്രിസ്തുവിൻ്റെ ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ക്രിസ്തു ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നതിനോട് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ഇത് പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. ഇതാ ക്രിസ്തു ആകുന്ന തല, ആ തലയുടെ കീഴിലൊരു ശരീരം. ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. ദൈവത്തിൻ്റെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ശരീരമാണ് ക്രിസ്തു. ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. ഹല്ലേലൂയ. അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ് ഭൂമിയിലെ കുടുംബം. സ്ത്രീയുടെ തലയാണ് പുരുഷൻ, പുരുഷൻ്റെ ശരീരമാണ് സ്ത്രീ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ശരീരമാണ് ഭാര്യ. അത് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ഉപമയാണ്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം ആത്മതലത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. ആ സഭ അല്ലെങ്കിൽ ആ ക്രിസ്തു സ്വർഗീയ പിതാവിൻ്റെ ശരീരമാണ്. എല്ലാം ഒരു ഓർഡറാണ്, ഒരു ഹൈറാർക്കി, ഒരു ഭരണശ്രേണിയാണ്. അത് ഹൊറിസോണ്ടൽ അല്ല, അത് വെർട്ടിക്കലാണ്. എന്നാൽ നമ്മുടെ പിതാക്കന്മാർക്ക് അവർ നല്ല രീതിയിൽ ചിന്തിച്ചു, പക്ഷെ ഫിറ്റിംഗ് ഒന്ന് മാറിപ്പോയി. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ക്രിസ്തുവിലായിരുന്നു ഫിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ക്രിസ്തുവിൻ്റെ പ്രവർത്തന ശൈലിയാണ് ദൈവപുത്രൻ്റെ. അത് കൊണ്ടുപോയി പിതാവിൽ ഫിറ്റ് ചെയ്തതോടുകൂടെ നമ്മളുടെ പ്രവർത്തന തലം അങ്ങ് കട്ടായിപ്പോയി. എന്നാൽ സത്യം നാം അറിയുമ്പോൾ സത്യം നമ്മൾ തിരിച്ചറിയുക. നിങ്ങൾക്കിവിടെ കാണാം എന്താണ് ദൈവരാജ്യം എന്നാണ് ഇവിടെ ഇരിക്കുന്നത്. വാട്ട് ഈസ് കിങ്ഡം ഓഫ് ഗാഡ്? എന്താണ് ദൈവരാജ്യം? ഗോഡ്സ് അതോറിറ്റി ഓവർ ക്രിയേഷൻ ത്രൂ ജീസസ് ആൻഡ് എവരി വൺ ഇൻ ജീസസ്. ദൈവത്തിൻ്റെ പരമാധികാരം ക്രിസ്തുവിലും ക്രിസ്തുവിൽ ഉള്ളവരിലൂടെയും. എവിടെ? സൃഷ്ടികളിൽ, സകല സൃഷ്ടിവസ്തുക്കളിലും ദൈവത്തിൻ്റെ പരമാധികാരം. അതിന് 3 ലെവലുണ്ട്, അത് പുറകെ മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ പരമാധികാരം, അതാണ് പറയുന്നത് ഓൺലി സോവീരിയൻ, ദ ഓൺലി പൊട്ടൻറ്റേറ്റ്, ധന്യനായ ഏകാധിപതി. ആ ഏകാധിപതിയുടെ പരമാധികാരം ക്രിസ്തുവിലും ക്രിസ്തുവിൽ ഉള്ളവരിലും അവരിലൂടെ എല്ലാ സൃഷ്ടികളിലും. അപ്പോൾ ഈ ഒരു ഹൈറാർക്കി നാം തിരിച്ചറിഞ്ഞിട്ട് ഇതേ പ്രവർത്തന രീതി എന്തിനാ നാം തിരിച്ചറിയണേ? നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം.
ഇതാണ് നമ്മുടെ പ്രവർത്തന ശൈലി. നമ്മൾ അതിന് പകരം മാറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. അതായത് പ്രഷർ കുക്കറിൻ്റെ രീതി വേറെയാണ്. അതിന് പകരം അതിൽ അരിയിട്ട് അല്ലെങ്കിൽ വെള്ളം സൂക്ഷിക്കാൻ വെച്ചു. പിന്നെ ആരോ പറഞ്ഞ് അരി ഇടാനാന്ന് പറയുമ്പോൾ അരിയിട്ട് അതിൽ വെള്ളവും വെച്ചിട്ട് ചുമ്മാ മൂടി വെച്ച് മൂടി പാത്രം വെക്കണ പോലെ അത് വർക്ക് ചെയ്യുമോ? ഇല്ല. പകരം അത് പ്രഷറിലാണ് വേകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രഷർ പോകാത്ത രീതിയിൽ സെറ്റ് ചെയ്തെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതേപോലെ നമ്മുടെ വർക്കിംഗ് മെത്തേഡ് നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ എനിക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വർക്ക് ചെയ്യില്ല. അത് വർക്ക് ചെയ്യുന്ന രീതി മനസ്സിലാക്കണം. എന്നിട്ട് ആ രീതി ക്രിസ്തുവിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത് അതേപോലെ തന്നെ നമ്മളിലും പ്രവർത്തിക്കാൻ കൊണ്ടുവരണം. അപ്പോൾ ജീവിതത്തിന് റിസൾട്ട് വരാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമുക്കാണ് ക്രിസ്തുവിൻ്റെ തല ഇതാ ഗോഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഈ ഗോഡ് എന്ന് പറയുന്ന അത്യുന്നതനായ ദൈവമാണ്. ഒരേ ഒരാളെ ഉള്ളത്. ഹല്ലേലൂയ. അതാണ് ദ ഓൺലി സുവീരിയൻ എന്ന് പറയുന്നത്. അതായത് ഓൺലി എന്ന് വെച്ചാൽ ഒന്നേ ഉള്ളൂ, എക്സ്ട്രാ ഇല്ല. ഹല്ലേലൂയ. അതാണ് അത്യുന്നതനായ ദൈവം. താൻ മാത്രം അമർത്യതയുള്ളെന്ന് പറഞ്ഞാൽ തനിക്ക് മാത്രമേ അമർത്യത ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ താൻ കൊടുക്കുന്നതാണ്, ഗിഫ്റ്റ് ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ അതാണ് സ്വർഗസ്ഥ പിതാവിനിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ട്രക്ചറിൽ, യേശു ക്രിസ്തുവാകുന്ന ഈ സ്ട്രക്ചറിൽ ഇതാ പല മുഖങ്ങൾ കാണാം ശരീരത്തിൽ. ആ മുഖങ്ങൾ നമ്മൾ ഓരോരുത്തരുമാണ്. യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്നാ പറയുന്നത്. റോമലേഖനം 6:3 ഞാൻ ചിന്തിക്കുന്നു. അവിടെ പറയണം യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം ഓരോരുത്തരും. യേശുവിലാണ് നാം ഒരു ശരീരമായി മാറുന്നത്. ഇവിടെ യേശുവോടാണ് നമ്മൾ ചേരുന്നത്. വായിച്ചേ. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. ആശ്രയിച്ചേ. അപ്പോൾ ആരോടാ ചേരുന്നേ? യേശുവിനോടാ ചേരുന്നേ. നാം ഓരോരുത്തരും യേശുവെ ധരിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ റാസൽ ഖൈമ എന്ന് പറയുന്ന എമിറേറ്റ് UAE ചേരുവാൻ സ്നാനമേറ്റില്ല, ഒരു കരാറിൽ ഒപ്പിട്ടു. മനസ്സിലായോ? നമ്മൾ യേശുവോട് ചേരുവാൻ യേശുവിനെ നമ്മുടെ തലയായി, ഹെഡായി, കർത്താവായി അംഗീകരിച്ചു. ശരിയാണോ ഇല്ലയോ? ഇല്ലേ? അപ്പോൾ യേശുവോട് ചേരുവാൻ യേശുവെ ഞങ്ങളുടെ തലയാക്കി, ഹെഡാക്കി അംഗീകരിച്ചു. അത് നമ്മളിവിടെയും പോയി ഒപ്പൊന്നും ഇട്ടില്ല, പകരം വാ കൊണ്ട് യേശു എൻ്റെ കർത്താവെന്ന് ഏറ്റു പറഞ്ഞു. അങ്ങനെ വാ കൊണ്ട് പറയുന്നതാണ് നമ്മുടെ ഒപ്പ്. മനസ്സിലായോ? ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഹൃദയത്തിൽ വിശ്വസിച്ച് നീ എന്ത് ചെയ്യണം? വാ കൊണ്ട് ഏറ്റു പറയണം. റാസൽ ഖൈമ അത് പേപ്പറിൽ ഒപ്പിട്ട് സൈൻ ചെയ്തു, UAE ചേർന്നു. നമ്മൾ ഇവിടെ ക്രിസ്തുവോട് ചേരുന്നു. എങ്ങനെ? ഒരു ശരീരമായി. റാസൽ ഖൈമ 6 ഏകമായി പ്രവർത്തിച്ച UAE ഒരു ശരീരമായി തീർന്നു, ഒറ്റ ബോഡിയായി മാറി. മനസ്സിലായോ? നമ്മൾ ദൈവം, അത്യുന്നതനായ ദൈവം തലയായി നിലകൊള്ളുന്ന ക്രിസ്തുവോട് ചേർന്നു. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. എല്ലാം കൂടെ ഒരൊറ്റ ശരീരമായി മാറി, ഒറ്റ ബോഡി. ഇത് ഏത് ബോഡിയാ? സ്പിരിച്വൽ ബോഡിയാണ്. ഹല്ലേലൂയ. ഒരൊറ്റ സ്പിരിച്വൽ ബോഡി. ഇനിയിപ്പോൾ റാസൽ ഖൈമയിൽ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ആരിറങ്ങും? ബാക്കി 6 എമിറേറ്റ്സും കൂടെ ഇറങ്ങും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ ശരീരമായി മാറി. ഇതുകൊണ്ടോ? അങ്ങനെ ഈ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ യേശുവിനെ, ഒറിജിനൽ യേശു ആയിരിക്കണോട്ടെ, ഇന്ന് ലോകത്ത് പ്രസംഗിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റിനെ ഇട്ടിട്ടുന്ന യാതൊരു കാര്യമില്ല, വർക്ക് ചെയ്യില്ലത്. ഒറിജിനൽ ഇട്ടാലേ വർക്ക് ചെയ്യുള്ളൂ. പലപ്പോഴും പല പാർട്സുകളൊക്കെ മെഷീൻ്റെ സാധനം മാറ്റുമ്പോൾ വർക്ക് ചെയ്തില്ല. നോക്കൂ, പലവരുടെ മാറ്റി ഇടും, വർക്ക് ചെയ്യില്ല. അവസാനം മനസ്സിലായി ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്. പിന്നെ അത് മാറ്റിയിട്ട് ഓർഡർ ചെയ്യും, ജപ്പാനിൽ നിന്ന് അവിടെ നിന്നെങ്കിലും ഒറിജിനൽ ഓർഡർ ചെയ്തുകൊണ്ട് ഫിറ്റ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യും. ഇതേപോലെ ഇന്ന് ക്രിസ്തു വർക്ക് ചെയ്യണില്ലേ? ഡൂപ്പാ. ഇതാ ക്രിസ്തു. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അനേക കള്ളക്രിസ്തുക്കൾ വരും. വിശുദ്ധ പൗലോസ് പുസ്തകം പറയുന്നു, അത് ഞാൻ പ്രസംഗിച്ച ക്രിസ്തു അല്ല, അത് മറ്റൊരു ക്രിസ്തുവാണ്. ഇതൊന്നും ഉപയോഗിച്ചത് വർക്ക് ചെയ്യില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ ബീജം റൈറ്റായിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മനുഷ്യ ബീജം കൊണ്ടുപോയി പലരും ടെസ്റ്റ് ചെയ്യാണ്ട് മൃഗങ്ങളെ കൊണ്ടിടും, വർക്ക് ചെയ്യില്ല. മനുഷ്യ ബീജം വർക്ക് ചെയ്യില്ല.
ഹല്ലേലൂയ. അതിന് അതിൻ്റെതായ കമ്പാറ്റബിലിറ്റി ഉണ്ട്. ആ കമ്പാറ്റബിലിറ്റിയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ചെടികൾ ഒട്ടിച്ച് ചേർക്കുക. ഈ ബഡ് ചെയ്യുന്നവർക്കറിയാം, വേറൊരു ഇനം ചെടികളോട് ഒട്ടിക്കാൻ അത് വർക്കില്ല. സെയിം ഇനമായിരിക്കണം. അതുപോലെ കള്ളക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിങ്ങളത് വർക്കില്ല. സെയിം ഇനം ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ജനനൊന്നും ഉണ്ടാവില്ല. എല്ലാവരും വീണ്ടും ജനനം കാണിച്ച് എന്തൊക്കെയോ അവരകത്തുനിന്ന് എന്തൊക്കെയോ വന്നിട്ട് എന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്യണു. നിങ്ങൾ നോക്കിയിട്ട് ഇത് ദുരുപദേശം, ഇത് കള്ളാ എന്ന് പറയാമെന്നല്ലാണ്ട് നിങ്ങൾക്കത് വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് എൻ്റെ മക്കളെ നമ്മളെ ചതിക്കരുത്. അതെപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക. യേശുക്രിസ്തു പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അത് അനേക കള്ളക്രിസ്തുക്കൾ വരും, അനേക കള്ളപ്രവാചകന്മാർ വരും. നിങ്ങൾ സൂക്ഷിക്കുക. അത് വർക്ക് ചെയ്യത്തില്ലത്. വർക്ക് ചെയ്ത് റോങ് ആയിട്ട് വർക്ക് ചെയ്യുക. അത് പൈശാചിക സ്പിരിച്വൽ റോങ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കും, ഗുണമില്ല. അതുകൊണ്ട് അപ്പോൾ ഇവിടെ മനസ്സിലാക്കിയാട്ടെ, യേശുവോട് ചേരുവാൻ സ്നാനമേറ്റവരെല്ലാം യേശുവിൻ്റെ ശരീരത്തിലുണ്ട്. നിങ്ങൾ നോക്കിയേ, ഇതിൽ എൻ്റെ മുഖം കണ്ടോ? ഇരിക്കുന്നുണ്ടോ? ഇതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖമുണ്ട്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചെങ്കിൽ നിങ്ങളുടെയും മുഖമുണ്ട്. നിങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. ബോഡി ഓഫ് ക്രൈസ്റ്റിൽ നിങ്ങളും ഉണ്ട്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളും കൂടെ. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ തിരിച്ചറിയുക, നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ശരിക്കും നമ്മളെ ഒന്ന് വിവരമുള്ളവൻ, ഈ ആത്മീക വിവരമുള്ളവൻ നമ്മളെ നോക്കിയാൽ നമ്മളിൽ ആരെ കാണാം? ക്രിസ്തുവിനെ കാണാം. ക്രിസ്തുവിനെ കാണുന്നുവെങ്കിൽ ഒരാളെ കൂടി കാണാമല്ലോ, ക്രിസ്തുവിൻ്റെ തലയായ പിതാവിനെയും കാണാം. അങ്ങനെ നമ്മൾ ഭൂമിയിൽ നടക്കുമ്പോൾ ആര് ഭൂമിയിൽ നടക്കും? പിതാവ്, അദൃശ്യനായ പിതാവ് നമ്മളിലൂടെ ഭൂമിയിൽ നടക്കും. ക്രിസ്തു നടന്നതുപോലെ ക്രിസ്തു ഭൂമിയിൽ നടക്കുമ്പോൾ പിതാവ് ഭൂമി നടക്കുകയായിരുന്നു. ആരില്ല? ക്രിസ്തുവിലൂടെ. ഇതിൻ്റെ പേരാണ് ഇമ്മാനുവൽ, ദൈവം മനുഷ്യരോട് കൂടെ. അതൊരു ടെക്നോളജിയാണ്, മനസ്സിലായി? സ്പിരിച്വൽ ടെക്നോളജി. ദൈവം, അദൃശ്യനായ ആത്മാവാകുന്ന ദൈവം ഭൂമിയിൽ ഇറങ്ങുകയാണ്. ആരിലൂടെ? ദൈവപുത്രന്മാരിലൂടെ. ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ ഭൂമിയിൽ ഇറങ്ങി. ഇനി ക്രിസ്തുവിലുള്ള നമ്മളിലൂടെ ഇറങ്ങണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവമാണ് നമ്മളിൽ ജീവിക്കുന്നത്, നമ്മളിലൂടെ ഭൂമിയിൽ ജീവിക്കുന്നത്. ഈ ഒരു തലത്തിലേക്ക് മാറും. ഹല്ലേലൂയ. ഈ ഒരു തലത്തിലേക്ക് മാറുമ്പോൾ ഈ കുടുംബം പ്രവർത്തിക്കുന്നത് അകത്തുനിന്ന് പുറത്തേക്കാണ്. തലയിൽ നിന്ന് ശരീരത്തിലൂടെ പുറത്തേക്കാണ്. ഇപ്പം നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് ജീവിക്കണേ? ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ തല ചിന്തിക്കുന്നു, ഇല്ലേ? ആ ചിന്തിക്കുന്ന സംഭവങ്ങൾ നിങ്ങളുടെ കൈക്കും കാലിനുമൊക്കെ കിട്ടുന്നു. അകത്തുനിന്ന് പുറത്തേക്കല്ല ജീവിക്കണേ, അല്ലേ? പക്ഷേ നമ്മൾ ഈ മെത്തേഡ് ദൈവരാജ്യത്തിൽ വരണം. ഈ ലോകത്തിൻ്റെ മെത്തേഡ് പാടില്ല. ലോകത്തിൻ്റെ മെത്തേഡ് അങ്ങനെയല്ല. പുറത്ത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, അതിനാൽ കണ്ടത് അകത്തേക്ക് എടുക്കുന്നു, തുടർന്ന് അകത്തേക്ക് എടുത്തത് പിന്നെ പുറത്തേക്ക് ജീവിക്കുക. പിടുത്തം കിട്ടിയ ഈ മെത്തേഡാണ് ഈ ലോകത്തിൻ്റെ മെത്തേഡ്, പുറത്തുനിന്ന് അകത്തേക്ക് ജീവിക്കുക. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ മെത്തേഡ് അകത്തുനിന്ന് പുറത്തേക്ക് ജീവിക്കല. അപ്പോൾ ഈ ഒരു തലം നിങ്ങൾ തിരിച്ചറിയണം. ഇനി നമുക്ക് ഈ ഒരു സംഭവം, ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ സ്ട്രക്ചർ ഒരു കുടുംബമാണ്. ഈ കുടുംബമാണ് ദൈവത്തിൻ്റെ കുടുംബം. ഈ സ്ട്രക്ചർ ഒരു കുടുംബമാണ്. ഈ സ്ട്രക്ചറാണ് ദൈവത്തിൻ്റെ കുടുംബം. ഇതിൻ്റെ പേരാണ് ദൈവരാജ്യം. ഇതിൻ്റെ കാലിൻ്റെ കീഴിൽ നിൽക്കണേ എന്താണെന്നറിയാമോ? ഈ സ്ട്രക്ചർ നോക്കിയാൽ ഇതിൻ്റെ കാലിൻ്റെ കീഴിൽ എന്താ നിൽക്കണേ? ഇതിൻ്റെ കാലിൻ്റെ കീഴിൽ നിൽക്കുന്നത് ഭൂമിയാണ്. അതിൻ്റെ അർത്ഥം ഭൂമിയെ വാഴുന്നത് ഈ കുടുംബമാണ്. മനസ്സിലായോ? ഭൂമിയെ വാഴുന്നത് ഈ കുടുംബമാണ്. അപ്പം നമ്മളെ ഏത് കൂട്ടത്തിൽപ്പെട്ടു? വാഴുന്ന രാജാക്കന്മാരുടെ കൂട്ടത്തിൽ നമ്മളുമായി. ഏറ്റവും ഉയർന്ന രാജാവ് സ്വർഗസ്ഥനായ പിതാവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, സൊവീറിയൻ കിങ്, ഏകാധിപതിയായ രാജാവ്. അതിൻ്റെ താഴെ ക്രിസ്തു, ഡിപ്പെൻഡിങ് കിങ്, ആശ്രയിക്കുന്ന രാജാവ്. ഹല്ലേലൂയ. അതിൻ്റെ താഴെ നമ്മൾ ഓരോരുത്തരും വീണ്ടും ഡിപ്പെൻഡിങ് കിങ്സ്, ആശ്രയിക്കുന്ന രാജാക്കന്മാർ. ഹല്ലേലൂയ. അതിൻ്റെ താഴെ ഭൂമി. ഇതിൽ ഒരേ ഒരാൾ മാത്രമേ ആശ്രയിക്കാതെ നിൽക്കുന്നുള്ളൂ. The only sovereign God, the only potent. Hallelujah.
ദ ഓൺലി പൊട്ടൻറ്റേറ്റ്, ധന്യനായ ഏകാധിപതി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്ന. ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പിതാവിനെ കുറിച്ച് പറയുകയാണ്, യഹോവയെക്കുറിച്ച് പറയുകയാണ്. ഞാൻ സർവ്വജഡത്തിൻ്റെയും ദൈവമായ യഹോവയല്ലയോ, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ജെറമ്യാ 32:27 ഞാൻ ചിന്തിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് എടുത്തോ. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. യേശയ്യാ 46:10 ആദിയിൽ തന്നെ ഞാൻ അവസാനം പ്രഖ്യാപിക്കുന്നു. എൻ്റെ ആലോചന നിലനിൽക്കും, ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങളൊക്കെയും പാലിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. എടുത്തെങ്കിൽ വായിച്ചു. ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ ഒരുത്തനുമില്ല. ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല. ആരംഭത്തെങ്കിൽ തന്നെ അവസാനവും. എന്നെ പോലെ എത്ര പേരുണ്ടെന്ന് പറഞ്ഞേ? ഞാൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ തന്നെ ദൈവം. ഹല്ലേലൂയ. ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇനി എൻ്റെ ആലോചന നിവൃത്തിയാകും. എൻ്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എന്നാ പറഞ്ഞത് സംഭവിക്കും. മനസ്സിലായോ? എൻ്റെ ഇഷ്ടമുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, അത് സംഭവിക്കും. പക്ഷേ യേശുക്രിസ്തു അങ്ങനെയല്ല. എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ പിതാവ് എൻ്റെ ആലോചന പറഞ്ഞോ അത് ഞാൻ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എൻ്റെ പിതാവ് എൻ്റെ ആലോചന പറഞ്ഞോ അത് ഞാൻ ചെയ്യും. എൻ്റെ പിതാവിനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. പിതാവിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ജെറമ്യാ 32:27 സ്ക്രീനിലുണ്ട്. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമാകുന്ന യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. സകലവും താൻ ആഗ്രഹിക്കുന്നത് പോലെ താൻ ചെയ്യും. എനിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് യോഹന്നാൻ 5:19 വന്നേ. John chapter 5. Oh Father, we thank you. വചനം ആസ് ഇറ്റ് ഈസ് മനസ്സിലാക്കുക. റിസൾട്ട് വേണമെങ്കിൽ ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്താ ക്രിസ്തു പറയണേ? പിതാവ് പറയുന്നു, ഞാൻ സർവ്വജഡത്തിൻ്റെയും ദൈവമായ യഹോവയല്ലയോ, എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദ ഓൺലി സോവീരിയൻ, ഹല്ലേലൂയ, ഒരേ ഒരു ഏകാധിപതി പുത്രൻ അതിൻ്റെ കീഴിൽ പറയാണ്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ ആര് ചെയ്യുന്നതാ ചെയ്യുന്നേ? എൻ്റെ പിതാവ് ചെയ്യുന്നതാ. കാരണം ഞാൻ ആ പിതാവിൻ്റെ ശരീരമാണ്. തല എന്താണോ ചിന്തിക്കുന്നത് നടപ്പിലാക്കി കൊടുക്കുന്നത് ആരാ? ശരീരമാണ്. ആ പിതാവിൻ്റെ ശരീരമാണ് ഞാൻ. എനിക്ക് സ്വയമേ അതെങ്ങനെയാണ് പറയണേ? കാഷ്വലായിട്ടാണോ പറയണേ? ഒരു കോടതി ഭാഷയല്ലേ അവിടെ പറയണേ? ശ്രദ്ധിച്ച്, കോടതിയിൽ നമ്മൾ എന്തെങ്കിലും പറയാൻ പോകും, ചെല്ലാൻ ചേരുമ്പോൾ കോടതി എന്ത് ചെയ്യുന്നറിയാമോ? സാക്ഷ്യം പറഞ്ഞതിന് മുമ്പ് നിങ്ങളുടെ മതം ഏതാന്ന് ചോദിക്കും. ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞാൽ ഉടനെ ബൈബിൾ കൊണ്ടുവരും. എന്നിട്ട് അതിൽ തൊട്ട് സത്യം ചെയ്യിക്കും, സത്യമേ പറയത്തുള്ളൂ. മനസ്സിലായോ? ഇവിടെ യേശു എങ്ങനെയാ പറയണേ? ആമേൻ ആമേൻ. അതിൻ്റെ അർത്ഥം ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ. അപ്പോൾ പിതാവ് എല്ലാം സ്വയമേ ചെയ്യും, ഞാനൊന്നും സ്വയമേ ചെയ്യില്ല. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആരാ പറഞ്ഞേ? പുത്രൻ തന്നെയാ പറയണേ. പക്ഷെ നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ സമ്മതിക്കത്തില്ല. കാരണം നമ്മളെ പഠിപ്പിച്ചു വെച്ചേക്കണം അങ്ങനെയാ, ബൈബിളിന് വിരുദ്ധമായ പഠിപ്പിച്ചു വെച്ചേക്കണേ. അതുകൊണ്ടല്ലേ റിസൾട്ട് വരാത്തേ.
കാരണം യഹോവ ഭവനം പണിയാതെ ഒരു പണിക്കാരനും പണിയാൻ പറ്റൂല. നമ്മൾ യഹോവ പണിയാത്തത് പണിയാൻ പോവുക. യേശു കറക്റ്റായിട്ട്, ബൈബിളിലെ ക്രിസ്തു കറക്റ്റായിട്ടാണ് പണിയണേ. യഹോവ പണിയുന്നത് ഞാൻ പണിയോളെന്ന് യേശു പറയണേ. ഇതാ ആമേൻ ആമേൻ, ഞാൻ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രന് ആ വണ്ണം തന്നെ ചെയ്യുന്നു. ഇതെന്താ ഇതിൻ്റെ കോണ്ടസ്റ്റ് എന്നറിയാമോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് ഇങ്ങനെ യേശു സത്യം ചെയ്ത് പറഞ്ഞേ? ആരോടായി പറയണേ? യഹൂദന്മാരോടായി പറയണേ. യഹൂദന്മാർ പറഞ്ഞൊരു കാര്യം, നീ നിന്നെ തന്നെ ദൈവത്തോട് തുല്യൻ ആക്കി എന്ന് പറഞ്ഞപ്പോൾ യേശു പറയുന്നു, ഒരിക്കലും അങ്ങനെയല്ല എന്ന അർത്ഥത്തിൽ യേശു പറയാണ്, ഞാൻ എന്നെ തന്നെ അത്യുന്നതനായ ദൈവത്തോട് ഒരിക്കലും തുല്യനാക്കുന്നില്ല. അത്യുന്നതനായ ദൈവം എല്ലാം സ്വയമേ ചെയ്യുന്നവനാണ്. ഞാൻ ഒന്നും സ്വയമേ ചെയ്യുന്നില്ല. ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവത്തിൻ്റെ പുത്രൻ ആര് തന്നെയാ? ദൈവം തന്നെയാ. മനുഷ്യരായ നിങ്ങൾക്ക് ഒരു പുത്രൻ ജനിച്ചാൽ അത് ഓന്താവുമോ? കുറുക്കനാവുമോ? പിന്നെ നിങ്ങൾക്കൊരു പുത്രൻ ജനിച്ചാൽ അവൻ ആര് തന്നെയാ? മനുഷ്യൻ തന്നെയാ. മനസ്സിലായോ? ദൈവത്തിൻ്റെ പുത്രൻ ദൈവം തന്നെയാ. അത് കാറ്റഗറിയാ. ഇത് തിരിച്ചറിയണം. സ്ഥാനപ്പേരാണത്, തിരിച്ചറിയണം. ദൈവം, കർത്താവ്, രാജാവ്, കാര്യസ്ഥൻ, മന്ത്രി, ഇതൊന്നും പേരല്ല. ഇതൊക്കെ സ്ഥാനപ്പേരാ, വ്യക്തിയുടെ പേര് അല്ല. വ്യക്തിക്ക് പേരുണ്ട്, ആ വ്യക്തിയുടെ പേരാണ് യാഹ്വേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് പല പല പേരുണ്ട്. പേര് ജോൺസൺ. വിവാഹം കഴിച്ചതാണോ? മക്കളുണ്ടോ? പിതാവാണല്ലേ. പക്ഷെ പിതാവ് പേരാണോ? അതൊരു സ്ഥാനപ്പേരാ. നേരത്തെ ഇദ്ദേഹം പറഞ്ഞു മെയ്സനാന്ന്. അതൊരു പേരാ. പക്ഷെ അതാണോ പേര്? അതൊരു സ്ഥാനപ്പേരാ, പണിയുമായി ബന്ധപ്പെട്ട സ്ഥാനപ്പേരാ, അല്ലേ? ഭർത്താവാണല്ലേ, അതാണോ പേര്? ഒരു സ്ഥാനപ്പേരല്ലേ? ശരിയല്ലേ? ടെക്നീഷ്യനാണല്ലേ, അതൊരു സ്ഥാനപ്പേരല്ലേ? രാജാവാണല്ലേ, അദ്ദേഹത്തിനല്ല ചോദിച്ചേ, രാജാക്കന്മാരോട്. രാജാവാണല്ലേ? ഓ, രാജാവെന്ന പേര് അല്ല, അതൊരു സ്ഥാനപ്പേരാണ്. ദൈവമാണല്ലേ? ആ, ദൈവമാണോ? അതൊരു സ്ഥാനപ്പേരാണ്. കർത്താവാണല്ലേ? ആ, അതൊരു സ്ഥാനപ്പേരാണ്. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ദൈവങ്ങൾ എന്ന് പറയുന്നവർ ഒന്നും രണ്ടും അല്ല, അനേകരുണ്ട്. അത് സ്ഥാനപ്പേരാ. എന്നിട്ട് ബൈബിൾ പറയാണ്, ഇതിൻ്റെയൊക്കെ നടുവിൽ അത്യുന്നതനായ ഒരേ ഒരു ദൈവമേ നമുക്കുള്ളൂ, അതാണ് സ്വർഗസ്ഥ പിതാവ്. ഇതൊന്നും മിക്സ് ചെയ്യരുത്. മന്ത്രിയാണല്ലേ? ആ, ഓ, ദേ മോദി വരുന്നിടോ. അയ്യോ, അത് മോദിയല്ല, അതൊരു മന്ത്രിയാ, പിണറായിയാ. മന്ത്രി എന്ന് പറയുമ്പോൾ എല്ലാം മോദിയാന്ന് ചിന്തിക്കരുത്. ഹല്ലേലൂയ. ആ മന്ത്രിസഭയിൽ തന്നെ 71 വേറെ ഉണ്ട്. മോദിയോട് കൂടി 72. അനേകം മന്ത്രിമാരുടെ നടുവിൽ മോദി എന്ന ഒരേ ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് ഉള്ളൂ. ഇതൊക്കെ സ്ഥാനപ്പേരുകളാണ്. നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെ എല്ലാവരും കുഴപ്പിച്ചു. പഠിപ്പിക്കേണ്ടവർ ഇത് പഠിപ്പിച്ചു തരേണ്ടതാ. പക്ഷേ അവർക്ക് പരിജ്ഞാനമില്ലാതെയായിപ്പോയി നല്ലൊരു പങ്കിന്. കുഴഞ്ഞു കിടക്കുക. ഇവിടെ യേശു ഈ കുഴഞ്ഞു വന്ന സമയത്ത് ഉടനെ സത്യം ചെയ്തു പറയും യഹൂദന്മാരോട്, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല, ഞാനല്ല അത്യുന്നതനായ ദൈവം എന്ന അർത്ഥത്തിൽ. ഞാൻ ദൈവത്തിൻ്റെ പുത്രനാ. എൻ്റെ പപ്പായുണ്ടല്ലോ, അത് സർവശക്തനാ. ആർക്കും അപ്പൻ്റെ കയ്യിൽ നിന്ന് ആരെയും പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. എൻ്റെ അപ്പനെല്ലാം സ്വയമേ ചെയ്യുന്ന ആളാ. പക്ഷെ ഞാൻ ഒന്നും സ്വയമേ ചെയ്യത്തില്ല. എനിക്ക് സ്വയമേ ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചും തറപ്പിച്ചും യഹൂദന്മാരെ ഞാൻ നിങ്ങളോട് പറയുക, എൻ്റെ അപ്പൻ ചെയ്ത് കാണുന്നതല്ലാതെ എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ അപ്പൻ്റെ മകനാ. തൊട്ട് മോളിൽ വായിച്ചു നോക്കുക. ഇതാണ് പറയണേ. യഹൂദന്മാരുമായിട്ടുള്ള വിഷയത്തിലാണ് ഈ പറയണേ. തൊട്ട് മോളിൽ ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി. നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നമ്മളുടെ മനസ്സ് അവിടെയൊക്കെ മറഞ്ഞുപോയി.
അതിൻ്റെ തൊട്ട് മുകളിൽ 18-ാം വാക്യം എഴുതണ എന്നറിയാമോ? 19 ഇപ്പോൾ വായിച്ചല്ലേ. യേശുവിനെ കല്ലെറിയാൻ പോവുക അവരെഴുതിയിരിക്കുകയാണ്. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ശബത്തിന് രോഗിയെ സൗഖ്യമാക്കി. അതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കി. മനസ്സിലാകുന്നുണ്ടോ? ദൈവം ആരെന്നാ പറഞ്ഞേ? ഞാൻ അത്യുന്നതനായ ദൈവം എന്നാണ് യേശു പറഞ്ഞേ? അല്ല, ദൈവം എൻ്റെ അപ്പനാണെന്ന് പറഞ്ഞ് തന്നെത്താൻ സമമാക്കിയപ്പോൾ യേശു ഉടനെ പറഞ്ഞു കൊടുക്കുക തൻ്റെ അപ്പനും താനും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത വാക്യത്തിൽ, എൻ്റെ അപ്പനും ഞാനും തമ്മിലുള്ള വ്യത്യാസം, എൻ്റെ അപ്പനെല്ലാം സ്വയമേ ചെയ്യുന്നവനാ, എനിക്ക് ഒരു കാര്യവും സ്വയമേ ചെയ്യുവാൻ കഴിയുകയില്ല. എൻ്റെ അപ്പൻ ചെയ്ത് കാണുന്നത് മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ച് യഹൂദന്മാരെ നിങ്ങളോട് പറയുന്നു. എൻ്റെ സഹോദരന്മാരെ, ക്രിസ്ത്യാനികൾ ഇതൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഇതൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദൈവപുത്രൻ ആരോട് സമനാ? ദൈവത്തോട് സമനാണ്. എന്തിൽ? അവരുടെ സ്പീഷ്യസിൽ. മനസ്സിലായോ? നിങ്ങൾക്കൊരു മകൻ ജനിച്ചാൽ ആ മകൻ ആരോട് സമനാ? അപ്പനോട് സമനാ. ഇതാ ബെന്നിയും മോൻ്റെ പേരെന്താ? ആരോമൽ അല്ലേ? ആരോമൽ സമന്മാരാ. എന്തിനാ? സ്പീഷ്യസിൽ. അദ്ദേഹം മനുഷ്യനാണ്, ഈ മോന് മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അതേ ഇമേജാണ് ഈ മോനിലും ഉള്ളത്. മനസ്സിലായോ? ദൈവത്തിൻ്റെ അതേ സ്വർഗസ്ഥ പിതാവിൻ്റെ അതേ ഇമേജാണ് ക്രിസ്തുവിലും ഉള്ളത്. ഹല്ലേലൂയ. ആ ഇമേജ് തന്നെയാണ് മനുഷ്യർക്കുള്ളത്. പക്ഷെ അല്പം മാത്രം താഴ്ത്തിയാണ് സൃഷ്ടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഒരു ദൈവപുത്രൻ ദൈവത്തോട് സമനാണ് ആ സ്പീഷ്യസ് ലെവലിൽ. പക്ഷെ ക്രിസ്തു വളരെ വ്യക്തതയോടെ പറയുന്നു, അപ്പൻ്റെ പ്രവൃത്തിയും എൻ്റെ പ്രവൃത്തിയും വ്യത്യാസമാണ്. അപ്പൻ സ്വയമേ എല്ലാം ചെയ്യുന്നു, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ അപ്പനോടുള്ള സമത്വം, ഈ സമത്വം മുറുകെ പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആരിറങ്ങണത്? ക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിലേക്ക് വരുന്നേ. ഹല്ലേലൂയ. എന്തിനാണ്? നമ്മളെ ഉദ്ധരിച്ച് കൊണ്ടുപോകാൻ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് വ്യക്തതയോടുണ്ടാകണം. തെറ്റായി പഠിപ്പിച്ചിട്ട് അവിടെ കിടന്ന് ഉരുണ്ട് സ്വന്തം നാശം അവിടെ കുഴിച്ചിട്ട് കാര്യമില്ല. സത്യം മനസ്സിലാക്കിയാൽ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാവും. മറ്റത് റിസൾട്ട് ഉണ്ടാവില്ല, ചുമ്മാ ഒരു വിശ്വാസം കൊണ്ട് നടക്കാം. 1 യോഹന്നാൻ 3:9 നമ്മുടെ ജീവിതത്തിൽ വരണോ? ദൈവം ജനിച്ചോ പാപം ചെയ്യുന്നില്ല, കാരണം അവന് പാപം ചെയ്യാൻ കഴിയത്തില്ല, കാരണം ദൈവത്തിൻ്റെ വിത്ത് അവനിൽ കിടക്കുന്നു. ഈ റിസൾട്ട് നമ്മളുടെ ജീവിതത്തിൽ വരണോ? ദൈവത്തിനായ ക്രിസ്തുവെ നമുക്ക് വെളിപ്പെടുത്തണമോ? ക്രിസ്തുവിലൂടെ പിതാവിനെ വെളിപ്പെടുത്തണമോ? സ്വർഗം ഭൂമിയിൽ ഇറക്കണമോ? സത്യം തിരിച്ചറിഞ്ഞാലേ നടക്കൂ. മനസ്സിലാവുന്നുണ്ടോ? സത്യം തിരിച്ചറിഞ്ഞാലേ നടക്കൂ. ഹല്ലേലൂയ. നിങ്ങൾ ഒരു 2 വീൽ ഡ്രൈവ് കൊണ്ടുപോയിട്ട് 4 വീൽ ഡ്രൈവാന്നും പറഞ്ഞ് 100 പ്രാവശ്യം അത് പറഞ്ഞു, ഇത് 4 വീൽ ഡ്രൈവാ, 4 വീൽ ഡ്രൈവാ, 4 വീൽ ഡ്രൈവാ എന്ന് പറഞ്ഞു ഉറക്കെ ഇതെല്ലാം പറഞ്ഞ് അങ്ങനെ നിങ്ങളെല്ലാവരും കൊണ്ടും പറയിപ്പിച്ചു 2 വീൽ ഡ്രൈവ് 4 വീൽ ഡ്രൈവാ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ ഭൂരിപക്ഷം പറഞ്ഞതുകൊണ്ട് 4 വീൽ ഡ്രൈവായി. എന്നിട്ട് ആ ഒരു വണ്ടിയും കൊണ്ട് മാരുതിയുടെ ഒരു 2 വീൽ ഡ്രൈവ് വണ്ടിയും കൊണ്ട് നിങ്ങൾക്ക് ഇടുക്കിയിലേക്ക് പോകാൻ ധൈര്യമുണ്ടോ? ഇടുക്കി മല കയറി പോവോ? നിങ്ങൾ അവിടുത്തെ ഓഫ് റോഡ് കയറി പോവോ? എല്ലാവരും പറഞ്ഞു 4 വീലാന്ന്. മാരുതിയുടെ വണ്ടി പോവില്ല. അവിടെ പോകണമെങ്കിൽ ജീപ്പ് തന്നെ വേണം. ജീപ്പ് ഉണ്ടെങ്കിലേ കയറി പോവൂ. ആ മല കയറി ഓഫ് റോഡ് കയറി പോകണമെങ്കിൽ ജീപ്പ് ഉണ്ടാവും, അല്ലാതെ ഓഫ് റോഡ് അല്ലാത്തതൊക്കെ നമുക്ക് മാരുതി ഓടിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവരുടെ സ്ഥലത്തേക്ക് ഈ പിള്ളേരുടെ അവരുടെ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ കൂടുതലും കാണുന്ന ജീപ്പ് കാണും. കാരണം ഇതേ പോവുള്ളൂ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, റിസൾട്ട് വേണോ? സത്യത്തിൽ നിൽക്കണം. അല്ലാണ്ട് 2 വീൽ ഡ്രൈവ് 4 വീലാന്നും പറഞ്ഞിട്ട് നടന്നിട്ട് യാതൊരു കാര്യവും ഇല്ല. സ്വയമേ ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയാത്ത, പിതാവിനെ ആശ്രയിച്ച് മാത്രം പ്രവർത്തിക്കുന്ന, അത് സത്യം ചെയ്ത് നമ്മളോട് പറയുന്ന ക്രിസ്തുവിനെ പിടിച്ച് സ്വർഗസ്ഥ പിതാവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യം റിസൾട്ട് വരത്തില്ല. പകരം സ്വർഗസ്ഥ പിതാവ് എന്ന സ്വർഗസ്ഥ പിതാവ് തന്നെ, തല ക്രിസ്തു, ആ പിതാവിൻ്റെ ശരീരം, ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി അവന് വസിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, തല ചെയ്തതാണ് ശരീരം വെളിപ്പെടുത്തുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ആ ശരീരത്തിൻ്റെ അവയവമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങും, റിസൾട്ട് വരാൻ തുടങ്ങും. അല്ലെങ്കിൽ റിസൾട്ടൊന്നും വരില്ല. ചുമ്മാ പറഞ്ഞ് നടക്കാമെന്നല്ലാണ്ട് മാരുതിയുടെ വണ്ടി 4 വീലാടോ ഞങ്ങൾക്ക് അറിയാവുന്നല്ലോ, ഞങ്ങളുടെ പിതാക്കന്മാരങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കാര്യമില്ല. ജഡത്തിലെ എത്ര പിതാവ് പറഞ്ഞാൽ ആത്മാവിൻ്റെ പിതാവ് പറഞ്ഞത് അങ്ങനെയല്ലെങ്കിൽ നമ്മൾ മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുത്തിയേ പറ്റൂ. റിസൾട്ട് ഉണ്ടാകും.
നിങ്ങൾ ബോൾഡായിരിക്കും, നിങ്ങൾ തളരത്തൊന്നുമില്ല, നിങ്ങൾ ബോൾഡായിരിക്കും. കാരണം നിങ്ങളുടെ പുറകിൽ നിൽക്കുന്ന നിങ്ങളുടെ അലയൻസ് ആരാന്നറിയാമോ? ക്രിസ്തുവിൽ നിങ്ങൾ സ്വർഗസ്ഥ പിതാവുമായി കണക്റ്റഡാ. നിങ്ങളെ തലക്കൊന്ന് കുഴിച്ചു മൂടിയാൽ ഇതാ തലയുടെ കഴിവെന്നാന്നറിയാമോ? തിരിച്ച് എഴുന്നേറ്റ് വാടാ മക്കളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുന്നേൽപ്പിക്കും, ക്രിസ്തുവെ എഴുന്നേൽപ്പിച്ചതുപോലെ. ഹല്ലേലൂയ. ഈ അലയൻസിലേക്ക് കയറുക, ഈ അലയൻസ് തിരിച്ചറിയുക. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പോൾ ഇത് തിരിച്ചറിയണം. ഈ ഒരു സംഭവം നമ്മൾ വ്യക്തതയോടെ തിരിച്ചറിയുക. കഴിഞ്ഞ നാളുകളിൽ തെറ്റായി പഠിപ്പിച്ചിട്ട് വചനം അതും ഇതൊക്കെ എടുത്ത് അങ്ങ് സ്വാധൂകരിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സമത്വം ഉണ്ടോ? ഫിലിപ്പിയ ലേഖനം പറയുന്നില്ലേ? സത്യമാണ്, സമത്വം ഉണ്ട്. അത് തന്നെയല്ലേ ഇവിടെയും പറഞ്ഞേക്കണേ. ദൈവം തൻ്റെ സ്വന്തം പിതാവെന്ന് പറഞ്ഞ് ദൈവത്തോട് സമമാക്കി. സത്യം. ഒരു മകൻ അപ്പനോട് സമനാണ്. ഞാനും എൻ്റെ മകനും സമന്മാരാണ് സ്പീഷ്യസിൽ. പക്ഷേ ഇതാ എൻ്റെ അതേ ബീജമാണ്, അതേ ജീനാണ് ആ മകനിലേക്ക് വന്നേക്കണേ. ഹല്ലേലൂയ. ക്രിസ്തു സ്വർഗീയ പിതാവിൻ്റെ അതേ ഇമേജാണ്. ഹല്ലേലൂയ. അതേ പ്രതിമയാണ്. പക്ഷെ ബാക്കി ഒന്നിലും ഞാനും എൻ്റെ മകനും സമനല്ല. ഞങ്ങളുടെ ഹൈറ്റ് വേറെ വേറെയാ, ഞങ്ങളുടെ തടി വേറെ വേറെയാ, വെയിറ്റ് വേറെ വേറെയാ, കളറ് വേറെ വേറെയാ, ധനം വേറെ വേറെയാ. ഹല്ലേലൂയ. എല്ലാം വേറെ വേറെയാ. പക്ഷെ ഞങ്ങൾ സമന്മാരാണ് സ്പീഷ്യസ് ലെവലിൽ. മനുഷ്യൻ എന്ന സ്പീഷ്യസിൽ സ്വർഗസ്ഥ പിതാവും ക്രിസ്തു സമന്മാരാണ് ദൈവം എന്ന ലെവലിൽ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഒരാൾ അപ്പനാണ്, മറ്റേയാൾ മകനാണ്. ഇവിടെ ഇരിക്കുന്ന ഈ ആരോമലും അവൻ്റെ അപ്പനായ ബെന്നിയും അവർ സമന്മാരാണ് മനുഷ്യൻ എന്ന പേരിൽ. പക്ഷെ ബാക്കി എല്ലാത്തിലും ഇവരുടെ തൂക്കം വ്യത്യാസമുണ്ട്, ഇവരുടെ കളർ വ്യത്യാസമുണ്ട്, ഇവരുടെ ധനം വ്യത്യാസമുണ്ട്, ഇവരുടെ ശക്തി വ്യത്യാസമുണ്ട്. ഇതല്ലേ യേശു പറയുന്നത്? എൻ്റെ കയ്യിൽ നിങ്ങളെ പിടിച്ചു പറിക്കാൻ കഴിയുള്ള ഒരാളും ഇല്ല. എൻ്റെ കാരണം നിങ്ങളെ എനിക്ക് തന്ന നിങ്ങളുടെ എൻ്റെ അപ്പൻ സകലരിലും വലിയവനാ. യേശു പറയുന്നു, എൻ്റെ പിതാവുണ്ടല്ലോ എന്നേക്കാൾ വലിയവനാ. ഹല്ലേലൂയ. ആ യേശുവിനെ പോലും വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഹല്ലേലൂയ നമ്മളൊരു പൊട്ട വിശ്വാസം കൊണ്ട് നടക്കുകയല്ലേ? റിസൾട്ട് വരില്ലപ്പാ. നിങ്ങൾ എത്ര മാരുതിയുടെ വണ്ടി 4 വീലാണെന്നും പറഞ്ഞുകൊണ്ട് ഇടുക്കി ഓഫ് റോഡിലൂടെ നിങ്ങൾ ഓടിക്കാൻ പോയാൽ നിങ്ങളുടെ വണ്ടി അവിടെ കിടക്കും, പുറത്തിറങ്ങൂല. ഹല്ലേലൂയ. എന്നാൽ ഒരു റിയൽ 4 വീൽ ഡ്രൈവ് ജീപ്പ്, ഒരു റിയൽ ജീപ്പ് അതിലൂടെ കൊണ്ടുപോകുമോ? അതവിടെ കിടക്കില്ല, അത് കയറി പോകും. അത് പൂഴും. പക്ഷേ പൂഴുമ്പോൾ അതിന് വേറൊരു ഗിയറുണ്ട്. അതിന് 4 വീൽ ഡ്രൈവ് ഗിയറുണ്ട്. ഇനി അതിലും കയറിയില്ലോ, വേറൊരു ഗിയറുണ്ട്, ലോഡ് ഗിയർ. അതിലിടുമ്പോൾ അതങ്ങ് കയറി അങ്ങ് പോകും. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ദൈവം ആള് മാറ്റുകയാണ്. എവിടെ നിന്ന്? മനുഷ്യ കുടുംബത്തിൽ നിന്ന് ദൈവ കുടുംബത്തിലേക്ക് മാറ്റുകയാണ്. ആരിലൂടെ? യേശുവിലൂടെ. ഒരു കണക്ഷനിലേക്ക് വരിക. നമ്മുടെ ശക്തി മാറുകയാണ്. ഹല്ലേലൂയ. ഒരു നാറ്റോ ദ പവർഫുൾ ഓർഗനൈസേഷൻ ഈ ഭൂമിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ. 14 രാജ്യങ്ങളെ അതിലുണ്ടായിരുന്നുള്ളൂ. ആ 14 രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇതാ ഓരോ രാജ്യങ്ങൾ ഓരോ സമയവും ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. 32 രാജ്യങ്ങളായി 2024 ആയപ്പോൾ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഞാൻ നാറ്റോയുടെ റെപ്രസെൻറ്റേറ്റീവ് അല്ല, പകരം ഇതാ UHNCയുടെ യുണൈറ്റഡ് ഹോളി നേഷൻ ഓഫ് ഗാഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് ഞാൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഫസ്റ്റ് 1 പത്രോസ് 2:9 പറയുകയാണ്. നമ്മൾ ആരാന്നറിയാമോ? ഇതാ നമ്മളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടൊരു രാജകീയ പുരോഹിത വർഗമാ, സ്വന്തം ജനമാ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുകയാണ് എ ഹോളി നേഷൻ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ രാഷ്ട്രമാണ് നമ്മൾ. ഹല്ലേലൂയ. ആ രാഷ്ട്രത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് ഞാൻ. നിങ്ങളെ ഞാൻ എൻകറേജ് ചെയ്യുക, നിങ്ങളെ ഞാൻ അങ്ങോട്ടേക്ക് ക്ഷണിക്കുക. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സൽഗുണങ്ങളെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. ആ രാജ്യത്തേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് പിന്നെ മരണമില്ല. കാരണം ഞങ്ങളുടെ അപ്പനാണ് ജീവൻ്റെ സോഴ്സ്. താൻ മാത്രം അമർത്യതയുള്ളവനാണ് ഞങ്ങളുടെ അപ്പൻ. കണ്ട, സൽഗുണങ്ങളെ ഘോഷിക്കണുണ്ടോ? ഹല്ലേലൂയ. ജീവനുള്ള ദൈവം എന്ന് പേരുള്ളവനാണ് ഞങ്ങളുടെ അപ്പൻ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നത് ഈ അപ്പൻ്റെ ജീവനാലാണ്. യേശു പറയുന്നു, ഞാൻ എൻ്റെ പിതാവിനാൽ ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. താല്പര്യമുണ്ടോ ഈ അലയൻസിൽ ചേരാൻ? സ്വർഗസ്ഥ പിതാവോട് ചേരുവാൻ യേശുവോട് ചേരണം. ഈ അലയൻസിൽ ചേരാൻ ഇതാണ് യേശു ക്രിസ്തു പല പ്രാവശ്യം ആവർത്തിച്ച് ദൈവവചനത്തിൽ പറയുന്നത്. ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ, അലയൻസ് ആയിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളോട് ഒന്നായിത്തീരണം, അലയൻസ് ആയിത്തീരണം. അങ്ങനെ നമുക്ക് യുണൈറ്റഡ് ഹോളി നേഷനായി തുടരാം. ഹല്ലേലൂയ. അതുവഴി ആ ദൈവത്തിന് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മളെ സ്വർഗത്തിൽ
എന്തൊക്കെയുണ്ടോ, എവിടെ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നമ്മൾ അവകാശികളായി മാറുകയാണ്. എങ്ങനെ? ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിലേക്ക് ചേരുന്നതിലൂടെ. ഏത് ക്രിസ്തു? ചുമ്മാ അതും ഇതും പറയുന്ന ക്രിസ്തു അല്ല, ദൈവരാജ്യം പറയുന്ന ക്രിസ്തു, ഈ അലയൻസ് പറയുന്ന ക്രിസ്തു. ഇന്നത്തെ ക്രിസ്തുക്കളൊക്കെ മറന്നുപോയി, അന്നത്തെ സുവിശേഷമൊക്കെ മറന്നുപോയി. ഇന്ന് ഈ ദൈവരാജ്യം ഒന്നും ബൈബിളിലെ സിലബസിൽ പോലും ഇല്ല. അന്ന് യേശു പ്രസംഗിച്ച സുവിശേഷമായ ദൈവരാജ്യം, ആ ദൈവരാജ്യത്തിൽ ഒരു കുടുംബമാണ്, അതിലേക്ക് നമ്മളെ ചേർക്കുകയാണ്. ഇതാണ് യോഹന്നാൻ 17:11, 17:21, 23. അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ചായക്കായിട്ട് കടന്നു പോകാം. യോഹന്നാൻ 17. ഓ ചോ ലോഡ് ഐ ലവ് യു. 17:11 വായിച്ച്. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ഹലോ, ശ്രദ്ധിച്ചു കേട്ടോ. യേശു എന്നാ പിതാവോട് പറയുന്നത്? ഇത് അലയൻസിലുള്ള രണ്ടുപേർ തമ്മിലുള്ള ടോക്ക. ആരൊക്കെയാണ്? പിതാവും പുത്രനും തമ്മിലുള്ള ടോക്ക. പുത്രൻ പിതാവോട് പറയാണ്, പിതാവേ, അവർ ആരാണ്? അവർ സുധനും അരോമലും ജോൺസണും വിനോദും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. ആരെ പോലെ? ക്യാഷ് ടോക്കാണ്, നമ്മെ പോലെ. അപ്പോൾ നമ്മളെങ്ങനെയാണ്? ഞാൻ വേറെ, അങ്ങ് വേറെ, പക്ഷെ നമ്മൾ ഒന്നാണ്. മനസ്സിലായോ? നമ്മൾ ഒന്നാണ്, യുണൈറ്റഡ് ആണ്. അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. നമ്മുടെ ദൈവദാസന്മാർ കേട്ടാൽ ഇതെന്ത് ചെയ്യും? ഉടനെ തന്നെ യേശുവും പിതാവും ഒന്നാടോ, യേശു തന്നെയാടോ പിതാവ്, ഉടനെ അത് എടുത്തുകൊണ്ട് പോകും. പക്ഷേ യേശു പറഞ്ഞെന്തുവാ? നമ്മെ പോലെ അവരും കൂടെ ഒന്നാകണം. 6 എമിറേറ്റ്സ് ചേർന്ന് റാസൽ കൈമയോട് പറയാണ്, ഞങ്ങൾ 6 ഒന്നായിരിക്കുന്നത് പോലെ റാസൽ കൈമേ നീയും ഞങ്ങളോട് ഒന്നായിത്തീരണം, യുണൈറ്റഡായി തീരണം. അങ്ങനെ നമുക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയി നിലകൊള്ളാം. ഹല്ലേലൂയ. 7 ഏകമായി നിലകൊള്ളാം. മനസ്സിലാവുന്നുണ്ടോ? 3 ഏകമായല്ല, 7 ഏകമായി നിലകൊള്ളാം. പിടുത്തം കിട്ടിയാ? ഹല്ലേലൂയ. ഇനി അതിൻ്റെ 23 വായിച്ച്. എല്ലാം ഒന്ന് തന്നെ പറയണേ. പിതാവും പുത്രനും തമ്മിലുള്ള ടോക്കിൽ എല്ലാം ഒന്ന് തന്നെ പറയണേ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ. അപ്പൊ പിതാവും പുത്രനും എങ്ങനെയാ? യുണൈറ്റഡാ, ഒന്നാണ്. ഹല്ലേലൂയ. 6 എമിറേറ്റ്സുകൾ ചേർന്ന് ഒന്നാണ്. അതുപോലെ അവരും ഒന്നാകേണ്ടതിനും. റാസൽ കൈമയും ഈ 6 ചേർന്ന് ഒന്നാകേണ്ടതിന്, അവരും ഒന്നാകേണ്ടതിന്. അപ്പോൾ മനസ്സിലായി, യേശു പിതാവോട് സംസാരിക്കുന്നത് എന്തുവാ? ഇതൊക്കെ സ്പിരിച്വൽ പൊളിറ്റിക്കൽ ഭാഷയല്ലേ? ഒന്നാകണം. ഹല്ലേലൂയ. സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ. അവരൊന്നാകണം. എൻ്റെ മോനെ മോളെ, നീ ഒന്നായ അതോടുകൂടെ നിൻ്റെ എല്ലാ പ്രശ്നവും തീർന്നു. നീ ആ പോലും അറിയാത്ത നിൻ്റെ മരണം വരെ അതോടുകൂടെ ക്യാൻസലായി. മനസ്സിലായോ? പുതിയ സൃഷ്ടിയിലേക്ക് കയറിയിട്ട് ഇത് പോകും, തുമ്മുമ്പോൾ തെറിക്കുന്ന സാധനം ഇത് പോകും. ഹല്ലേലൂയ. പക്ഷേ ദൈവം ഇതിനെ രൂപാന്തരപ്പെടുത്തി ഇതാ പുതിയൊരു ബോഡിയിലേക്ക് കയറ്റും. ഹല്ലേലൂയ. അതിൻ്റെ പേരാണ് പുതിയ സൃഷ്ടി. അങ്ങനെ ഒരു പുതിയ സൃഷ്ടികർമ്മം ഉണ്ടാക്കാൻ ഈ ലോകത്തിൽ ഒരു ഗവൺമെൻറ്റിനും പറ്റൂല, നമ്മുടെ അപ്പനെ പറ്റൂ. അതൊക്കെ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇനി വീണ്ടും 2-3 പേരുടെ സാക്ഷ്യം വഴിയിൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാം. വായിക്കും 3, അതിൻ്റെ 23 വായിച്ചേ. ഇത് തന്നെയാണ് പുത്രന് പിതാവോട് പറയാനുള്ള കാര്യം. ഇത് തന്നെയാണ് സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്ററാണ്. നമ്മൾ ഒന്നായി മാറണം. ആരെ പോലെ? സ്വർഗീയ പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും ഒന്നായി തീരണം. വായിക്കാം 23. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ. അപ്പോൾ ആരൊക്കെ ഒന്നാ? പിതാവും ക്രിസ്തു ഒന്നാണ്. നാം ഒന്നായിരിക്കുന്നത് പോലെ. കണ്ടോ കണ്ടോ കണ്ടോ, യേശു തന്നെയോടോ പിതാവ്, യേശു തന്നെയോടോ പിതാവ് എന്ന് പറഞ്ഞ് ഓടല്ലേ അവിടെ വെച്ചേ. യേശു പറയാണ് നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന്. കണ്ടോ? അപ്പോൾ എങ്ങനെ ഒന്നാകണം? ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും കൂടെ അതേ അലയൻസിലേക്ക് ചേരണം. കണ്ടോ? ഒന്നാകേണ്ടത്. അതെങ്ങനെയാണ്? അവിടെ പറയാണ്, ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടത് തന്നെ. എല്ലാം കൂടി ഒന്നായി. നമ്മൾ ആരുടെ ഭാഗമായി? ദൈവ കുടുംബത്തിൻ്റെ ഭാഗമായി, ദൈവത്തിൻ്റെ ഭാഗമായി. എല്ലാം കൂടി ഒരൊറ്റ കുടുംബം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ കാണുന്നതിന് ആരെ കാണണം? സ്വർഗീയ പിതാവിനെ കാണണം. എങ്ങനെ?
ക്രിസ്തുവിലൂടെ. നമ്മളെ കാണുന്നവനും ക്രിസ്തുവെ കാണുന്നു, ക്രിസ്തുവെ കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ തലയായ സ്വർഗസ്ഥ പിതാവിനെ കാണുന്നു. അങ്ങനെ ദൈവം നമ്മിൽ വസിക്കുകയും നമ്മിലൂടെ ഭൂമിയിൽ വെളിപ്പെടുകയും ചെയ്യും. എങ്ങനെ? തൻ്റെ ആത്മാവിലൂടെ. മനസ്സിലായോ? ഇതെല്ലാം നടക്കുന്നത് ഒരേ ഒരാത്മാവിനാലാണ്. ആത്മാവ് ഒന്ന്, വിശ്വാസം ഒന്ന്, പ്രത്യാശ ഒന്ന്, ശരീരം ഒന്ന്, കർത്താവ് ഒരുവൻ, എല്ലാവർക്കും മുകളിലുള്ളവനും എല്ലാവർക്കും ദൈവവും എല്ലാവർക്കും പിതാവുമായവൻ ഒരുവൻ. ബൈബിളായി പറയുന്നത്, എഫെസ്യർ 4 പറയണേ. മനസ്സിലായോ? ഹല്ലേലൂയ. അങ്ങനെ ഉള്ള ഒരു തലം, ആ ഒരുവനായ സ്വർഗസ്ഥ പിതാവ് തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ പ്രവർത്തിക്കുന്നത് തൻ്റെ ആത്മാവിലൂടെയാണ്. ത്രിയേകമായിട്ടാണ്. പിതാവ് പുത്രനിൽ തൻ്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. ആത്മാവിൽ പുത്രനിൽ വസിക്കുകയും അതേ ആത്മാവിൽ പുത്രനിലൂടെ വെളിപ്പെടുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ചേരുന്ന ഒരു ത്രിയേക യൂണിറ്റാണ് ക്രിസ്തു. ക്രിസ്തുവിലൂടെയാണ് ഏകനായ സ്വർഗസ്ഥ പിതാവ് പ്രവർത്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ഏകനാണ്. വിശുദ്ധ ബൈബിൾ പറയുന്ന പോലെ, ഷാജി ജോസഫ് പറയുന്നത് പോലെയല്ല, വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ, യേശു ക്രിസ്തു പറയുന്നത് പോലെ പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. യേശു ക്രിസ്തു പറയുന്നത് പോലെ, യേശു പറയാണ് ഏകസത്യദൈവമായ നിന്നെയും. യേശു എന്തെങ്കിലും നുണ പറയോ? ഇല്ല. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച പുത്രനായ എന്നെയും അറിയുന്നതാണ് ഒരു വ്യക്തിക്ക് നിത്യജീവൻ. കാരണം എന്നിലൂടെ അല്ലാതെ നിന്നെ അറിയാൻ പറ്റില്ല. ഞാനാണ് ഇവർക്ക് നിന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ അത്യുന്നതനായ ഏകനായ സ്വർഗസ്ഥ പിതാവ് തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ത്രിയേകമായി പ്രവർത്തിക്കുന്നു. ഒരു ദൈവപുത്രൻ്റെ പ്രവർത്തനം ത്രിയേകമാണ്, ക്രിസ്തുവിൻ്റെ പ്രവർത്തനം ത്രിയേകമാണ്. അതുകൊണ്ട് ക്രിസ്തുവിന് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്ന നമ്മളുടെ പ്രവർത്തനവും ത്രിയേകമാണ്. ഹല്ലേലൂയ. ത്രിയേക പ്രവർത്തനമുണ്ട്, ത്രിയേക ദൈവമില്ല. മനസ്സിലാവുന്നുണ്ടോ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ത്രിയേക ദൈവം എന്ന് ബൈബിളിലൊരു വേർഡ് കാണൂല. കാരണം ബൈബിൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. പകരം പുത്രനായ ക്രിസ്തുവിൻ്റെ പ്രവർത്തനം ത്രിയേകമാണ്. ദൈവപുത്രന്മാരായി നമ്മളെ വിളിച്ചിരിക്കുന്നു. നമ്മളുടെ പ്രവർത്തനവും ക്രിസ്തുവെ പോലെ തന്നെയാണ്. ക്രിസ്തുവിന് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞിട്ട് ഈ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, എന്നെപ്പോലെ തിന്മ നിറഞ്ഞ ഒരു മകനെ ഇതാ നന്മയാക്കി മാറ്റാൻ ഇതിന് കഴിഞ്ഞു. ഹല്ലേലൂയ. വെറും ദരിദ്രനായ ഒരു വ്യക്തിയെ ഇതേപോലെയാക്കാൻ ദൈവത്തിന് കഴിഞ്ഞു. അജ്ഞാനിയായ 0 മാർക്ക് മേടിക്കുന്ന ഒരുവനെ മറ്റുള്ളവർക്ക് സത്യം പറഞ്ഞു കൊടുക്കുവാൻ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഈ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കി ആ സത്യത്തിൽ നിലകൊണ്ടാൽ, പ്രിയ മക്കളെ, നമുക്കിതിലേക്ക് എത്താം. ആദ്യം തന്നെ ഒരു താല്പര്യം എൻ്റെ അകത്ത് വരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. താല്പര്യമില്ലാത്തവന്, ആ മകൻ ഓടി വന്നത് കണ്ടത് ഞാൻ അവനെക്കുറിച്ച് കേട്ടു, നിശാന്തിനെക്കുറിച്ച് കേട്ടു. ഇവിടെ വന്നപ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം നിരന്തരം കേട്ട് ദൈവം ആ മകനെ മാറ്റി. ഹല്ലേലൂയ. ഇവൻ ഇവിടെ ഓടി വന്ന് ഞാൻ വീട്ടിൻ്റെ അകത്ത് കയറിയപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. കാരണം അവൻ്റെ അകത്തൊരു താല്പര്യം ദൈവം കൊടുത്തു. ഇത് കേൾക്കാൻ, മനസ്സിലാക്കാൻ ഒരു താല്പര്യം കൊടുത്തു. ദൈവത്തോട് പറയാം, കർത്താവേ, എനിക്ക് ഈ താല്പര്യം തരണമേ, ഈ താല്പര്യം തരണമേ എന്ന് ദൈവത്തോട് കരയുക, പ്രാർത്ഥിക്കുക. വിശപ്പില്ലാത്തവന് എത്ര ഭക്ഷണം കൊടുത്താലും അവൻ കഴിക്കത്തില്ല. ദാഹം തരണമേ, ദാഹമുള്ളവന് വെള്ളം കൊടുത്താലേ അവൻ കുടിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തോട് പറയുക. ഹല്ലേലൂയ. സറാമാൻ്റെ ഞാൻ കാണുന്നു, ഇതേ ദാഹകത്ത് ദൈവം കൊടുത്തു. ഈ ദാഹം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരുവാൻ ഇടയാക്കണമേ. ദൈവമേ, എന്നെ അതിനായി സഹായിക്കണമേ എന്ന്. പ്രിയ മക്കളെ, ശബ്ദ കാഴ്ച പരിധിയിലുള്ളവരെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴെങ്കിലും മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. സഭ ഇത് തിരിച്ചറിയുക. ഈ വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യം പോലും ഇതാ തെറ്റായിട്ടില്ല, എല്ലാം സത്യമാണ്. ഹല്ലേലൂയ. ചില വാക്കുകൾ മാത്രം എടുത്തുകൊണ്ടല്ല ഡോക്ടറിന് ഉണ്ടാക്കേണ്ടത്, ഉപദേശം ഉണ്ടാക്കേണ്ടത്. ഇതിലെല്ലാം സത്യമാണ്. ഒന്നിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ വരുന്നെങ്കിൽ അത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യം തിരിച്ചറിഞ്ഞാൽ സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. നമ്മുടെ ജീവിതത്തിന് റിസൾട്ട് ഉണ്ടാകും. നമുക്ക് എഴുന്നേക്കാൻ പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ദേവദാസന്മാർ ആരെങ്കിലും മുമ്പോട്ട് വന്നാട്ടെ. Father, we thank you, give you glory. കേട്ട വചനം വളരെ ശ്രദ്ധയോട് ജീവിതത്തിൽ കരുതി അത് ബെരോവിലുള്ളവരെ പോലെ അത് അങ്ങനെ തന്നെയോ എന്ന് വിശുദ്ധ ബൈബിൾ നോക്കി ഉറപ്പിച്ച് അത് നമ്മൾ ജീവിതത്തിൽ വിശ്വസിച്ച് സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിന് റിസൾട്ട് വരുവാനിടയാവും. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ഒരു നിമിഷം കേട്ട വചനത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക്
നമ്മുടെ ആത്മീയ ജീവിതം പണിയുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നിങ്ങളുടെ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും, എല്ലാ സങ്കടങ്ങളിൽ നിന്നും, എല്ലാ രോഗങ്ങളിൽ നിന്നും ഒക്കെ നമ്മളെ സ്വതന്ത്രമാക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനമെന്ന ആ മരുന്ന് കഴിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം.